മാന്യ പ്രേക്ഷകരെ നമസ്കാരം, വലിയ നമസ്കാരം. ചൊറിയാതെ വയ്യ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഒരുപാട് വലിയ ഇടവേളയ്ക്ക് ശേഷം ഞാനും ടീച്ചറും വീണ്ടും വന്നിരിക്കുകയാണ്. ചൊറിയേണ്ടവരെ കൃത്യമായി ചൊറിയാനും ചൊറിച്ചിലുള്ളവരുടെ ചൊറിച്ചിൽ മാറ്റിക്കൊടുക്കാനും മാന്തേണ്ടവരെ മാന്താനും തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിന് എന്തൊക്കെ ഞങ്ങൾ തിരിച്ചങ്ങട്ട് ഞങ്ങളുടെ ജീവിതം വെച്ച് ജീവൻ വെച്ച് തിരിച്ചടികൾ നേരിട്ട് കഴിഞ്ഞാലും ഒരടി പോയിട്ടൊരു ഒരു തരി പോലും പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനത്തോടെ തന്നെ മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ടീച്ചറെ, നമ്മുടെ പ്രേക്ഷകരോട് സ്വാഗതം ചെയ്തോളൂ. ആദ്യം ഹൃദ്യമായ സ്വാഗതം. തോൽപ്പിക്കാൻ പറ്റുമല്ലേ? കൊല്ലാൻ പറ്റും, പക്ഷെ തോൽപ്പിക്കാൻ പറ്റൂ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മരിക്കാൻ ഭയമില്ലാത്തവരെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും പറ്റില്ല. സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഭൂരിപക്ഷം പറയാൻ ഭയക്കുകയും മടിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾ ഒരു പ്രീണനവുമില്ല, ഒരു പക്ഷപാതവുമില്ല, ആരെയും ഭയവുമില്ല. ഒരു കേസല്ല, ഇനി 1000 കേസിൽ കുടുക്കിയാലും ലോകം മുഴുവനും ഭീഷണിപ്പെടുത്തി മുൾമുനയിൽ നിർത്തിയാലും ശരി, പറയാനുള്ള സത്യങ്ങൾ കൈപ്പേറിയതാണ്. വലിയ ഒരു വിഭാഗത്തെ വേദനിപ്പിക്കുന്നതാണ്. അത് പറയാൻ തന്നെയാണ് തീരുമാനം. ആജീവനാന്ത കാലം ജയിലഴിയിൽ ഇടാനുള്ള നിയമങ്ങളും വകുപ്പുകളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അകത്തു പോകും, പുറത്തു വരും, വീണ്ടും അകത്തു പോകും. എന്തായിരുന്നാലും ഇത് പറയാൻ തന്നെയാണ് തീരുമാനം. വീണ്ടും ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരെ ഹൃദ്യമായ സ്വാഗതം. ടീച്ചറെ, ഗുരു നിത്യ ചൈതന്യ യതി എന്ന് പറയുന്ന ഒരു ഗുരു ഉണ്ട്, ഒരു ഗുരു ആചാര്യനുണ്ട്. അയാളുടെ ഒരു ഫേസ്ബുക്ക് എന്നോ കുറിച്ച വരികളാണ്. അത് ഇന്ന് വൈറലായിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ഈ ജനസംഖ്യാ നിയന്ത്രണം അനിവാര്യമോ എന്നൊരു ചോദ്യം തന്നെയാണ് നമ്മൾ സമൂഹത്തിലേക്ക് തൊടുത്തു വിടുന്നത്. അത് ഭാരതത്തിൽ എന്ന രീതിയിൽ മാത്രമല്ല, ലോകത്താകമാനം ജനസംഖ്യാ നിയന്ത്രണം വേണമോ എന്നത് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അത് എടുത്ത് പറയേണ്ടതുണ്ട്. ഞമ്മന്റെ എന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. തട്ടമിട്ട പെൺകുട്ടി എന്ന് പറയുന്ന പോലെ തന്നെ ഞമ്മന്റെ എന്ന് പറയുമ്പോഴും അതിലും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള വകുപ്പുണ്ടെങ്കിൽ എടുക്ക്, ഞമ്മന്റെ എന്ന് പ്രത്യേകം വീണ്ടും കൂട്ടിച്ചേർക്കുന്നു. അത്തരത്തിൽ ഈ ഗുരു നിത്യ ചൈതന്യ യതി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കുറച്ച് വരികൾ ഞാൻ ഇവിടെ ഒന്ന് ഉദ്ധരിക്കുകയാണ്. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ ഞാൻ ഒരു പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. ഒരു ദിവസം എന്റെ അധ്യാപകൻ ഗോപാലപിള്ള സാർ ക്ലാസ്സിൽ വന്നു. ക്രിസ്ത്യാനികൾ എല്ലാം എണീറ്റ് നിൽക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പീറ്റർ എണീക്കുന്നത് കണ്ട് ഞാനും എണീറ്റ് നിന്നു. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഏറ്റവും സ്നേഹിച്ചിരുന്നത് പീറ്ററിനെയാണ്. അതുകൊണ്ടാണ് ഞാൻ അവനൊപ്പം എണീറ്റത്. എന്നാൽ ഗോപാലപിള്ള സാർ എന്നെ പരുഷമായി എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. കാര്യം മനസ്സിലാവാതെ ഞാൻ ബെഞ്ചിലിരുന്നു. പിന്നെ അദ്ദേഹം മുസ്ലിങ്ങളെല്ലാം എണീറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എണീറ്റ് നിന്നു. സുലൈമാൻ കുട്ടിയും മീരാൻ കുട്ടിയും എണീറ്റത് കൊണ്ടാണ് ഞാനും എണീറ്റ് നിന്നത്. എന്റെ പേരിന്റെ കൂടെയും ഒരു കുട്ടി എന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഗോപാലപിള്ള സാർ ശരിക്കും ക്രൂദ്ധനായി എന്നോട് പറഞ്ഞു, ഇരിക്കട അവിടെ, ഇനി ഹിന്ദുക്കൾ എണീക്കട്ടെ. സാറ് ആജ്ഞാപിച്ചു. ഒരിക്കൽ കൂടി മണ്ടനാകേണ്ടെന്ന് കരുതി ഈ പറയുന്ന എഴുതിയ ആൾ തന്നെ പറയുകയാണ്, ഞാൻ എണീറ്റില്ല. അപ്പോൾ അലറിക്കൊണ്ട് ഗോപാലപിള്ള സാർ പറഞ്ഞു, എണീക്കട കഴുതേ, നീ ഹിന്ദുവാണ്. ഞാൻ എണീറ്റ് നിന്നു, ഭയപ്പാടോട് എണീറ്റ് നിന്നു. ഈ കുറച്ച് അങ്ങനെ ഞാൻ ഹിന്ദുവായി, ഒപ്പം കഴുതയും. ഇതിൽ വലിയൊരു സ്റ്റോറി തന്നെയുണ്ട് ടീച്ചറെ. കാരണം നമ്മൾക്കറിയാം, ഇന്നിപ്പോൾ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ എന്ന പേരിൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ മാറ്റി നിർത്തുക. നമ്മൾ സമുദായം തിരിച്ചൊന്നും പറയുകയല്ല, പക്ഷെ ഇവിടെ കാണുന്നത് സമുദായത്തെ തിരിച്ചുകൊണ്ട് തന്നെയാവുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ചൊറിയാതെ വയ്യയിലൂടെ പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ജാതിയില്ല, മതമില്ല, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം എന്നൊക്കെ വലിയ മുദ്രാവാക്യം മുഴക്കുന്ന ആളുകൾ തന്നെയാണ്, ഭരണാധികാരികൾ തന്നെയാണ്, ഭരണവർഗം തന്നെയാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷമുള്ള ആളുകളെയും മാറ്റി തിരിച്ചിരിക്കുന്നത്. എന്നിട്ട് സകലമാന ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് ഇവിടെ ഇന്നിപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷത്തെക്കാളുപരി ഏറ്റവും കൂടുതൽ ഈ ന്യൂനപക്ഷ പദവിയുള്ള ആളുകൾ മാറിയിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ധനസഹായമായാലും ഏതൊക്കെ രീതിയിലുള്ള സഹായമായാലും അത് ആളുകളുടെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ടായിരിക്കണം പരിഗണിക്കേണ്ടത്. അല്ലാതെ മതത്തിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുത് എന്ന് ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ പറയേണ്ട അവസ്ഥ തന്നെയാണ്. കാരണം ഇതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു വാർത്തയുണ്ട്. ബ്രിട്ടനിൽ കടന്നുകയറ്റക്കാരെ പുറത്താക്കാനും ബ്രിട്ടനിൽ പുതിയ ബിൽ വന്നിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാർക്ക് ആദ്യ വിമാനം തയ്യാറായെന്ന് ഋഷി സുനക്. വലിയൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അത് ജന്മഭൂമി മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നത് എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം ഇതും ഞമ്മന്റെ ആളുകളെ മാത്രം ലക്ഷ്യമിട്ടുള്ള നടപടിയാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. ഇനിയിപ്പോൾ നമ്മളൊരു നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ പന്നി പെറ്റുകൂട്ടും പോലെ, കാരണം പന്നിക്ക് എത്രയോ കുട്ടികളാണ് ഉണ്ടാവുക, എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിൽ, അതല്ലെങ്കിൽ പാമ്പിൻ
പെൺകുട്ടികളെ പോലെ പെറ്റുപെരുകുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ നാടായാലും ഭാരതം ഒന്നടങ്കമായാലും ഇനി വേണ്ട ലോകം ഒന്നടങ്കമായാലും എന്നാൽ പെറ്റുകൂട്ടിയാൽ സമാധാനത്തോടു കൂടി ജീവിക്കാനാവുമോ? അതില്ല. ഞങ്ങൾ സമാധാനത്തിന്റെ മതത്തിന്റെ അപ്പോസ്തലന്മാരാണെന്നും പറഞ്ഞുകൊണ്ട് എവിടെയുണ്ടോ ഈ പെറ്റുകൂട്ടി ഭൂരിപക്ഷമാവുന്നു അവിടെയെല്ലാം പൊട്ടിത്തെറികളും നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കുകയും അത് ഞമ്മന്റെ രാജ്യമായി പ്രഖ്യാപിക്കാനും വേണ്ടി ആ ത്വരയോടുകൂടി ബോംബുണ്ടാക്കി നിർമ്മിച്ച ആളുകളെ കൊല്ലുന്ന ആ രീതിയിലേക്ക് ഇന്ന് പരസ്യത്തിലൂടെ ഞമ്മൻ സമാധാനത്തിന്റെ മതം എന്ന് ഒരു പരസ്യം കൊടുത്തൊരു മതത്തിന്റെ ആ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഞമ്മന്റെ മതം മാത്രമാണ്. ഈ ഞമ്മന്റെ മതക്കാർ കാട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ വിളിച്ചു പറയുമ്പോൾ 153A എന്ന് പറയുന്ന നട്ടാൽ കുരുക്കാത്ത പച്ച നുണകൾ പടച്ചിറക്കിക്കൊണ്ട് അത്തരത്തിലുള്ള വകുപ്പുകൾ ചേർത്ത് എത്രയൊക്കെ കേസെടുത്താലും എത്രയൊക്കെ ആരെയൊക്കെ ജയിലിൽ അടച്ചു കഴിഞ്ഞാലും ഒന്നിന് പകരം നൂറായി ആളുകൾ ഉയർന്നു വരിക തന്നെയും പച്ചയ്ക്ക് ഈ ഞമ്മന്റെ ആളുകളുടെ ഈ കാട്ടിക്കൂട്ടലുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഭരണാധികാരികളുടെ ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷമെന്നും തിരിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതസ്ഥരെ സുഖിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ഇന്ന് അത്യന്താപേക്ഷിതം തന്നെയാണ് ജനസംഖ്യാ നിയന്ത്രണം എന്നുള്ളത്. കാരണം നമ്മുടെ ഭൂമിക്ക് താങ്ങാവുന്നതിന്റെ പരമാവധിയിലേക്ക് എത്തിയിരിക്കുന്ന പണ്ടൊക്കെ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ഒരാൾ വരുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് ആഹാ ഗൾഫിൽ നിന്ന് വസ്ത്രങ്ങൾ വന്നു, ഗൾഫിലത്തെ ഫുഡ് വന്നു. അവസാനം ഗൾഫിലെ കാലാവസ്ഥ പോലും ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ളത് സെക്കൻഡറി, നമുക്ക് അതുകൂടി അനുഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് പറയേണ്ടതുണ്ട്. ഇന്ന് ചൂട് എന്ന് പറയുന്ന ആ കാലാവസ്ഥ ഗൾഫിനേക്കാൾ അധികം ചൂടുള്ള മേഖലകളായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളം ദൈവത്തിന്റെ നാട് എന്ന് വാഴ്ത്തപ്പെട്ടിരുന്ന ആ നാട്ടിൽ പാലക്കാടായാലും തിരുവനന്തപുരം ആയാലും മറ്റൊട്ടനവധി സ്ഥലങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഗൾഫിലേക്കാൾ ചൂട് വന്നിരിക്കുന്നു. മാത്രമല്ല ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന് പറയുന്ന ആ രീതിയിൽ തരംതിരിച്ചുകൊണ്ട് മതവർഗീയവാദികളെ വളർത്തിയെടുക്കുന്ന ഈ ഭരണാധികാരികളുടെ ഈ ചൊറിച്ചിൽ തീർക്കാൻ തന്നെയാണ് ഇന്ന് നമ്മുടെ ഈ ചൊറിയാத വിഷയത്തിൽ ഈ പറയുന്ന നമ്മുടെ ഈ ജനാധിപത്യ രീതിയിൽ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ വേണോ ഈ പറയുന്ന ജനങ്ങളുടെ ഈ പെറ്റുപെരുകലുണ്ടല്ലോ ആ ജനസംഖ്യാ നിയന്ത്രണ ബിൽ ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. എങ്ങനെയാണ് ടീച്ചറുടെ ആ ഒരു ചൊറിച്ചിൽ അങ്ങോട്ട് തീർത്തോളൂ? അതായത് നമ്മുടെ നാട്ടില് ഒരു പ്രത്യേക തരം ആളുകൾക്ക് പ്രിവിലേജ് നൽകുകയും അവരെ സുഖിപ്പിക്കുന്ന ഒരു നയവുമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചു നാളുകളായിട്ട്. അതേതാണ്ട് പബ്ലിക്കിന് മനസ്സിലായിട്ടുണ്ടെന്ന് നമുക്കറിയാം. ക്രിസ്ത്യൻ ഹിന്ദു വിരുദ്ധ സമീപനമാണ് പല വിഷയങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു സമൂഹത്തോടും എന്തുപറ്റേ പറഞ്ഞോളൂ കുഴപ്പമില്ല, കേൾക്കുന്നുണ്ട്. ഹിന്ദു സമൂഹത്തോടും ക്രിസ്ത്യൻ സമൂഹത്തോടും പ്രത്യേകിച്ച് ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും കാണിക്കുന്ന വിവേചനത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു അന്തിച്ചർച്ചകൾ നമ്മൾ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു പത്രമാധ്യമങ്ങൾ എഴുതി നമ്മൾ കണ്ടിട്ടില്ല. കൂടുതലായിട്ട് ഒരു പക്ഷേ നമ്മളെ പോലെയുള്ള യൂട്യൂബർമാരായിരിക്കണം ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ എത്രയാ നടപ്പിലാക്കുന്നത് നമുക്കറിയാം. 80% മുസ്ലിം വിഭാഗത്തിന്, 20% ക്രൈസ്തവ വിഭാഗത്തിന്. ഇവിടുത്തെ പറച്ചിൽ എന്താ? മത ഇതര ജനാധിപത്യ രാജ്യം. അതായത് മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഇതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് 80% ക്ഷേമ പദ്ധതികൾ. എന്തിന്റെ പേരില്? മുസ്ലിം ന്യൂനപക്ഷ അവകാശങ്ങൾ. ഇത് മതവിവേചനമാണ്. മതമില്ലാത്ത രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിൽ പോലും ഒരു മതവിവേചനം. നമ്മുടെ കേരളത്തില് ന്യൂനപക്ഷ ആനുകൂല്യം ജനസംഖ്യ ആനുപാതികമായിട്ടാണ് നടപ്പിലാക്കുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ PK കൃഷ്ണദാസ് പറഞ്ഞതുപോലെ ക്രൈസ്തവ സമൂഹത്തിന് ഏതാണ്ട് 48% അവകാശപ്പെട്ടതാണ്. ഇപ്പോ വാദിക്കുന്നത് അവർക്ക് 20% മാത്രമേ അനുവദിക്കുന്നുള്ളൂ, അത്രേ അവർക്കുള്ളൂ എന്നാണ്. ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതി PMBJK നമുക്കറിയാം. സംസ്ഥാനത്ത് 12 ജില്ലകളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുവാണിത്. ഇതിന്റെ മേൽനോട്ട സമിതിയില് ന്യൂനപക്ഷങ്ങൾ വേണം എന്നിപ്പോൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശവും വന്നിട്ടുണ്ട്. പക്ഷേ പകുതിയിലേറെ ജില്ലകളിലെ സമിതിയിലും മുസ്ലിം വിഭാഗം മാത്രമേ ഉള്ളൂ. ന്യൂനപക്ഷ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാരിന്റെ 15 ഇനത്തിൽപ്പെട്ട കർമ്മ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുക. ഈ പദ്ധതിയുടെ മേൽനോട്ട സമിതി എല്ലാ ജില്ലകളിലും രൂപീകരിക്കണമെന്നും
അത് എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തിനും പരിഗണന നൽകണം എന്നും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ടാണ് നമ്മുടെ മൂക്കിൻ തുമ്പിൽ ഇത്തരം വിവേചനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 7 ജില്ലകളില് 7 ജില്ലാ മേൽനോട്ട സമിതിയുണ്ട്. മുസ്ലിം വിഭാഗം മാത്രമേ ഉള്ളവിടെ. ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളെ പോലും സമിതിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇതിന്റെ പേരാണ് മതപരമായ വിവേചനം. ന്യൂനപക്ഷത്തിന്റെ അവർക്ക് നൽകേണ്ടുന്ന ക്ഷേമ പദ്ധതികളിൽ പോലും മതം കടന്നു വരുന്നു, മതവിവേചനം കടന്നു വരുന്നു. ഒരു പ്രത്യേക മതത്തിനു വേണ്ടി മാത്രമായി പ്രിവിലേജുകൾ നൽകപ്പെടുന്നു. ആ മതത്തെ ഏത് രൂപത്തിലും പ്രീണിപ്പിക്കുക, അവരെ സുഖിപ്പിക്കുക, അവരെ ഒരു രൂപത്തിലും വേദനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന നയമാണ് നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചു വരുന്നത്. 1995 അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തില് സംസ്ഥാനത്തെ ക്രൈസ്തവർ ന്യൂനപക്ഷങ്ങൾ അല്ല എന്നായിരുന്നു വാദം. അതില് പിണറായി ഉറച്ചു നിൽക്കുന്നതായിട്ട് വേണം സർക്കാരിന്റെ നിലപാടിൽ നിന്നും വ്യക്തമാക്കി നമുക്ക് മനസ്സിലാകുന്നത്. ഹിന്ദു സമൂഹവും ക്രൈസ്തവ സമൂഹവും നേരിടുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. ഒരുപാട് പരാതികൾ ലഭിച്ചിട്ട് പോലും അന്വേഷണം നടത്താൻ കഴിയാത്ത മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു നിർത്തുന്ന കാരണം എന്താണ്? ഞാൻ ഈ പറഞ്ഞു വരുന്നത് വോട്ട് ബാങ്കാണ്. മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു നിർത്തണം. ലവ് ജിഹാദിന്റെ പേരിൽ ആക്ഷൻ എടുക്കാൻ പറ്റുമോ? മതപരിവർത്തനത്തിന്റെ പേരിൽ പറ്റുമോ? നാർക്കോട്ടിക് ജിഹാദിന്റെ പേരിൽ പറ്റുമോ? ഇല്ല. നിർബന്ധ മതപരിവർത്തനത്തിന്റെ പേരിൽ പറ്റുമോ? കാരണം ഇതാണ് രാഷ്ട്രീയം. ഇന്ത്യയിലെ ആരെയും ബാധിക്കാത്ത മതപീഡനത്തിന് ഇരയാകുന്ന ഹിന്ദു, സിഖ്, ക്രൈസ്തവ വിഭാഗത്തിന് സംരക്ഷണം നൽകുന്ന ഒരു പൗരത്വ ഭേദഗതി ബില്ലിനെ പോലും എതിർക്കുന്ന ഇടതനും വലതനും മുന്നോട്ട് വെക്കുന്നത് മുസ്ലിം പ്രീണന നയമാണ്. ഹിന്ദു ക്രിസ്ത്യൻ വിരോധമാണ്. ഇത് അരിയാഹാരം കഴിക്കുന്നവന് മാത്രമല്ല, ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകും. ശബരിമല വിഷയത്തില് ഹിന്ദു സംഘടനകളുടെ യോഗം വിളിച്ചിട്ടില്ല രമേശ് ചെന്നിത്തല. അത് ഇന്ന് നമ്മുടെ PK കൃഷ്ണദാസ് സാറ് അടിവരയിട്ട് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പൗരത്വ ഭേദഗതിയില് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു. ഇതിന്റെ പേരാണ് പ്രീണന രാഷ്ട്രീയം. കാരണം നമുക്ക് തലയെണ്ണണം. ഒരു വീട്ടിൽ 4 ഭാര്യമാർ, 4 ഭാര്യമാർക്കും 5 മക്കൾ വീതം കൂട്ടുക, 14 20. ഈ 20 വോട്ടായി ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ആപേക്ഷികമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. 20 വോട്ട് മക്കളുടെ മാത്രം. പിന്നെ 4 തള്ളമാര്, 24. ഒരു തന്ത, ഒരു കുടുംബത്തിൽ നിന്ന് 25 വോട്ട്. കളിച്ച കാര്യമാണോ? ചെറിയ കാര്യമാണോ? നമ്മൾ ചോദിക്കും, ഇപ്പൊ ബഹുഭാര്യത്വം നിലനിൽക്കുന്നുണ്ടോ? ഉണ്ട്. മലബാർ ജില്ലകളിൽ ധാരാളം ബഹുഭാര്യത്വവും ശൈശവ വിവാഹവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയും മലപ്പുറം തന്നെയാണ്. അപ്പൊ രാജ്യത്തിനെതിരെ നിൽക്കുന്ന മാവോയിസ്റ്റുകളെ അടക്കം പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുക്കേണ്ടതാണ്. ഇവരൊക്കെ ആർക്കെതിരെയാണ് ഈ കേസ് എടുക്കുന്നത്? മുസ്ലിങ്ങൾക്കെതിരെ. ഇസ്ലാമിനെതിരെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? മുസ്ലിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഇവര് പറയുന്നത് എന്താ? ഞങ്ങൾ വർഗീയമായി ചിന്തിക്കുന്നില്ല. ബൈജു പറഞ്ഞതുപോലെ ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം. ഇതൊക്കെ ആരോടാണ് ഈ പറയുന്നത്? മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തില് മുസ്ലിം പേരുള്ള സ്ഥാനാർത്ഥി, ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ പേരുള്ള നായര്, അപ്പോ ക്രിസ്ത്യൻ പേരുള്ള ഒരു വ്യക്തി. ഇനി നായര്, ഈഴവര്, അവരെയൊക്കെ ജനസംഖ്യ നോക്കിയാണ് മത്സരത്തിന് ഇറക്കുന്നത്. മുസ്ലിം മാനേജ്മെന്റ് പത്രത്തില് മുസ്ലിം സംരക്ഷണത്തിന്റെ പരസ്യം. ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണെങ്കിൽ മണിപ്പൂര് തന്നെയായിരിക്കണം ടൈറ്റിൽ. എന്നിട്ട് ഇവരുടെ പറച്ചിൽ എന്താ? നമ്മൾ മനുഷ്യരിലേക്കാണ് മടങ്ങുന്നത്. നമുക്ക് വേണ്ടത് മനുഷ്യരാണ്. നിങ്ങള് ബൈജു ഒരു കാര്യം കണ്ടായിരുന്നോ? കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലോ മനോരമയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന. മറ്റവനുണ്ടല്ലോ 34 കോടിയുടെ ആള് റഹീം, അവന്റെ ഈ കോടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആള് പറയാണ്, റഹീമിനെ ആലോചിക്കണം, റഹീമിനെ രക്ഷിക്കാൻ സ്വരൂപിച്ച 34 കോടി രൂപ RSSന്റെ ആശയങ്ങൾക്കുള്ള കേരളത്തിന്റെ മറുപടിയാണ് അത്രേ വാഴ. അപ്പോ അറേബ്യ എന്ന നാട്ടിൽ, സൗദി അറേബ്യ എന്ന നാട്ടിൽ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമപ്രകാരം അവിടെ ശിക്ഷിച്ച ഒരു ഭാരതീയനെ ബ്ലഡ് മണി നൽകിയായിട്ടായാലും ശരി രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനും ആരെയാണ് ചാരുന്നത്?
RSS ആശയങ്ങളെ. അപ്പോഴും 6-ാം നൂറ്റാണ്ടിന്റെ ഈ ഗോത്ര നിയമത്തെ പറയാൻ ഇവർക്ക് ഭയമാണ്. കാരണം 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമത്തെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ വോട്ട് ബാങ്ക് കുറയും. തുർക്കിയിലെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട അബ്ദുൽ മജീദിനെ കുറിച്ച് പറഞ്ഞതിന്റെ പ്രത്യാഘാതമാണ് അരജീവനും കാൽ ജീവനും മുക്കാൽ ജീവനുമായി മനുഷ്യന്മാരെ തുവൂർ കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ട 1921. കഴിഞ്ഞ ദിവസം ഞാൻ രാമസിംഹൻ അബൂബക്കറുമായിട്ട് കുറച്ച് കൂടുതൽ സമയം ഇടപഴകാൻ അവസരം കിട്ടി. ആ സമയത്ത് അദ്ദേഹം പറയാണ്, അദ്ദേഹമാണല്ലോ അവിടെയൊക്കെ നേരിട്ട് സന്ദർശിച്ച ഒരു അനുഭവസ്ഥൻ. ഇത് പറയുമ്പം ആ മനുഷ്യന്റെ കണ്ണ് നിറയാണ്. ഈ തുവൂർ കിണറ്റിൽ കിടന്നിട്ട് ഒരുപാട് ആളുകൾ കിടന്ന് നിലവിളിക്കുകയാണത്രേ. ചിലപ്പോ കൈയില്ലാത്തവൻ, കാലില്ലാത്തവൻ, തല പകുതി അരിഞ്ഞവൻ. അപ്പോ മുളക്കമ്പ് ഈ അറ്റം കൂർപ്പിച്ചിട്ട് ഒരുപാട് കാക്കമാർ അങ്ങോട്ട് ഓടുന്നുണ്ട് അത്രേ. അപ്പൊ എല്ലാരും വിചാരിച്ചു ചിലപ്പോൾ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആയിരിക്കും എന്ന്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അത് കുറച്ചു സമയം അദ്ദേഹം മൗനിയായിട്ടിരുന്നു. എന്നിട്ട് പറയാണ്, ഈ മുളക്കം വെട്ടി ഈ ഇതിനകത്ത് കിടക്കുന്ന മനുഷ്യരെ കുത്തിക്കൊല്ലുക. മനുഷ്യരാണ്, പച്ചയായ മനുഷ്യര്. അതുകൊണ്ട് ഇവർക്കൊരിക്കലും സൗദി അറേബ്യയിലെ ഈ പ്രാകൃതമായ നിയമത്തിനെതിരെ സംസാരിക്കാൻ പറ്റില്ല. കൊലയ്ക്ക് പകരം കൊല, പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന ആശയം പേറുന്ന ഈ മത നിയമമാണ് റഹീമിനെ ശിക്ഷിച്ചത് എന്ന് പറയാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ ചോദിക്കുന്നുണ്ട്, ഇന്ത്യ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമുള്ള രാജ്യമാണെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ജനസംഖ്യ കൂടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ? കാരണം ഏറ്റവും കൂടുതൽ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരല്ലേ. അപ്പൊ പിന്നെ ഇവർക്ക് ജീവിക്കാനും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന പോലും വർഗീയതയ്ക്കുള്ള പ്രോത്സാഹനമല്ലേ, അംഗീകാരമല്ലേ? അങ്ങനെ ഒന്ന് തിരിച്ചറിയാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല. വടകരയിലെ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക. വോട്ടെടുപ്പിന് ശേഷം ഇടതനും വലതനും ഒക്കെ വലിയ സംവാദം നടത്തുകയാണ്. എന്താ സംവാദം? ഐസിസ് ആണോ താലിബാനാണോ കൂടുതൽ മെച്ചം? എങ്ങനെയുണ്ട്? 36% വടകരയിലെ മുസ്ലിം ജനസംഖ്യ ഉണ്ടെങ്കിൽ 47% തീയ ജനസംഖ്യ ഉണ്ട് അവിടെ. ഇതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ച് നമ്മൾ ആരെങ്കിലും കേട്ടോ? തലശ്ശേരിയിലെ 50%-ത്തിലധികം ഈഴവ തീയ വിഭാഗക്കാരുണ്ട് എന്നാ സെൻസസ്. ഇതിവിടെ ആർക്കും പ്രശ്നമല്ല. ഇത് അപകടകരമായ ഒരു പോക്കാണ് എന്ന് പറഞ്ഞ് ഈ സംവാദത്തെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. അവര് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മത്സരമാണോ വടകരയിൽ അരങ്ങേറിയത്? ഇടതനാണോ വലതനാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്? കാരണം തീവ്രവാദിയാകാൻ ആഗ്രഹമില്ലാത്ത ആളുകളെയും ഇവർ തീവ്രവാദിയാക്കുമല്ലോ. ഏത് രൂപത്തിലാണ് ഇവർ ഓരോ വിഷയത്തെയും നോക്കിക്കാണുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോ ബൈജു ബ്രിട്ടന്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ അറിയേണ്ടതും സമൂഹം ചർച്ചയ്ക്ക് എടുക്കാത്തതും പറയാൻ ഭയക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബ്രിട്ടനിലെ മുസ്ലിം ജനസംഖ്യ 20 വർഷം കൊണ്ട് 3 ഇരട്ടി വർദ്ധിക്കുമെന്ന് 2020 ഒരു ഗവേഷണം പുറത്തു കൊണ്ടുവന്നതാ. ബ്രിട്ടനിലെ വെള്ളക്കാരുടെ മനസ്സില് അത് ഭയങ്കരമായ ഭീതി പടർത്തുന്നുണ്ട് എന്നായിരുന്നു ആ സെൻസസ്. മനസ്സിൽ തീമഴ പെയ്യിക്കുന്നു. കാരണം മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇസ്ലാം മത തീവ്രവാദത്തിന് ആ രാജ്യം വഴിമാറി കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ബ്രിട്ടൻ 50 വർഷത്തിനകം മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാകുമോ എന്ന ആശങ്കയായിരുന്നു 2020 പ്രകടിപ്പിച്ചിരുന്നതെങ്കിൽ 2024 ആ ആശങ്ക അർത്ഥവത്താകുകയാണ്, അന്വർത്ഥമാകുകയാണ്. 2016 കണക്കനുസരിച്ച് തന്നെ 4.1 ദശലക്ഷം മുസ്ലിങ്ങളാണ് ബ്രിട്ടനിലുള്ളത്. 2016 2050 അത് 13 ദശലക്ഷത്തിലധികമാകുമെന്നാണ് പ്യൂ റിസർച്ച് സെന്ററിന്റെ ഗവേഷണം സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ സെൻസസ് നമ്മൾ വായിച്ചത്. ഇപ്പോഴത്തെ നിലയിലുള്ള കുടിയേറ്റവും ജനസംഖ്യാ വർധനവും തുടർന്നാലാണ് മുസ്ലിങ്ങളുടെ എണ്ണം 3 ഇരട്ടിയോളം വർദ്ധിക്കുന്നത് എന്ന്. യൂറോപ്പിലേക്ക് ജോലി സംബന്ധമായി കുടിയേറുന്നവരുടെ പ്രധാന ലക്ഷ്യം ബ്രിട്ടൻ തന്നെയാണ്. അതുകൊണ്ട് ജനസംഖ്യയിലെ ഈ രീതിയിലുള്ള വർധനവ് വരാനുള്ള കാരണം ഇന്ന് ബ്രിട്ടൻ മനസ്സിലാക്കുകയാണ്.
അഭയാർത്ഥികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജർമ്മനിയാണെന്നും ഗവേഷകർ പറയുന്നുണ്ട്. ഇനി ഇറ്റലിയും പഠിക്കാൻ പോകുന്നു, ഇന്ത്യയും പഠിക്കാൻ പോകുന്നുണ്ട്. സിറിയയിൽ നിന്നും മറ്റും മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുമൊക്കെ അഭയാർത്ഥി പ്രവാഹം. നമ്മൾ വിചാരിക്കും അവർ ഇറ്റലിയിലേക്കാണ് പോയത്, അവർ ജർമ്മനിയിലേക്കാണ് പോയത്, അവർ UK അല്ല. അവർ ബംഗാളികളാണ് എന്ന വ്യാജേന ബംഗ്ലാദേശികൾ, പാകിസ്ഥാനികൾ, അഫ്ഗാനികൾ നമ്മുടെ രാജ്യത്തിലേക്ക് കുടിയേറിയിട്ടുണ്ട്. കുടിയേറ്റം മാത്രമല്ല, ജനസംഖ്യയിലെ ഈ മാറ്റത്തിന് കാരണം മുസ്ലിം കുടുംബങ്ങളിൽ കൂടുതൽ കുട്ടികൾ ജനിക്കുന്നു. ഇപ്പോ എനിക്കറിയാൻ പറ്റും, ഞാൻ എന്റെ അനുഭവം വെച്ചിട്ട് പറയാം. ഞങ്ങൾ 13 മക്കളാണ്. ഞാൻ 13ാമത്തെ ആളാ. കിടക്കാൻ പോലും സ്ഥലമില്ല. ഞാൻ ഇന്നും ബൈജുനോട് ആ വിഷയം സംസാരിച്ചിരുന്നു. ഒരൊറ്റമുറി ഓല വീടാണ് ഞങ്ങളുടേത്. ഞങ്ങള് 4 പേര് ഇങ്ങനെ നീളത്തിൽ കിടക്കും, 4 പേര് ഇപ്പുറത്ത് കിടക്കും. അപ്പൊ എല്ലാവരുടെയും കാൽ ഒരു ഭാഗത്ത് വരും. നെടുകയും കുറുകയുമായിട്ടാണ് ഞങ്ങൾ കിടക്കുക. വിരിച്ചു കിടക്കാൻ ഒരു പായയില്ല. മുണ്ട് കികമാരുടെയൊക്കെ മുണ്ടുകൾ തറയിൽ വിരിച്ചാണ് ഞങ്ങൾ ആ മൺതറയിൽ കിടക്കുക. ചാണകം മെഴുകിയ വീടായിരുന്നു അന്നൊക്കെ, ഓല വീട്. മഴ പെയ്താൽ വെള്ളം മുഴുവനും വീട്ടിനകത്ത് വന്ന് വീഴും. മക്കൾക്ക് വല്ല കുറവുണ്ടോ? പട്ടിണി എന്ന് പറഞ്ഞാൽ ഞങ്ങളിലെ വിശന്ന് കരയാത്ത ഒരാളുമില്ല. അങ്ങനെ ഞങ്ങൾ ഇളയ ആളുകള് വിശന്ന് കരയുമ്പോ, എന്റെ മരിച്ചുപോയൊരു സഹോദരനുണ്ട്, അവൻ പോയി പച്ച ഈർക്കിൽ വെട്ടിക്കൊണ്ടു വന്നിട്ട് ഈ ഈർക്കിൽ കളിക്കുമല്ലോ, ചെറിയ കുട്ടി 10 ഈർക്കിലും ഒരു വലിയ ഈർക്കിലും, അതങ്ങനെ കളിച്ച് ഇപ്പൊ ഭക്ഷണം ഇപ്പൊ കിട്ടും ഇങ്ങനെ കളിച്ച് തളർന്ന് ഓരോരുത്തരായിട്ട് ഉറങ്ങുമായിരുന്നു. എന്നിട്ടും അവര് ചിന്തിച്ചില്ല, മക്കള് കൂടുതലുണ്ട്, ഇവർക്ക് എന്ത് തിന്നാൻ കൊടുക്കും, ഇവർക്ക് എന്ത് കുടിക്കാൻ കൊടുക്കും, ഇവർക്ക് ഉടുക്കാൻ കൊടുക്കണം, ഇവർക്ക് കിടന്നുറങ്ങാൻ സ്ഥലം വേണം. അതേ രീതി അത്രയും അല്ലെങ്കിൽ പോലും 5ഉം 6ഉം മക്കളുമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ബ്രിട്ടനിലെ ഒരു മുസ്ലിം സ്ത്രീക്ക് ശരാശരി 2.9 കുട്ടികൾ വീതമുണ്ട്. അതാണ് ഏതാണ്ട് 3 കുട്ടികൾ. ഇനി മുസ്ലിം അല്ലാത്ത ഇതര മതസ്ഥരായ സ്ത്രീകൾക്ക് 1.8, അതായത് 2ലേക്ക് പോലും വരുന്നില്ല. ഇനി കുടിയേറ്റം എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചാലും ശരി, മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ 3% വർധനയുണ്ടാകും എന്നാണ് 2020 ഗവേഷണം പറയുന്നത്. ബ്രിട്ടൻ മാത്രമാണോ? ഫ്രാൻസ്, ഇറ്റലി, ബെൽജിയം, സ്വീഡൻ, ഇവർക്കൊക്കെ ഇത് ബാധകമാണ്. ഇവിടെയൊക്കെ ഇവര് കുടിയേറിയിട്ടുണ്ട്. അഭയാർത്ഥി വരവ് നിലയ്ക്കുകയും കുടിയേറ്റം ഇപ്പോഴത്തെ രീതിയിൽ തുടരുകയും ചെയ്താൽ യൂറോപ്യൻ യൂണിയനിൽ മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ മുന്നിൽ ബ്രിട്ടനായിരിക്കുമെന്നാണ് ഗവേഷണം. മുസ്ലിം ജനസംഖ്യ 13 ദശലക്ഷത്തിലെത്തുമ്പോൾ അത് ബ്രിട്ടനിലെ ആകെ ജനസംഖ്യയുടെ 16.7% അത്രേ. ഇപ്പോ യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത് ജർമ്മനിയിലാണ്. ഫ്രാൻസ് 2ാം സ്ഥാനത്ത്, അപ്പോഴും അവിടെ 3ാം സ്ഥാനത്ത് ബ്രിട്ടൻ ഉണ്ട്. അടുത്ത കാലത്തുണ്ടായ അഭയാർത്ഥി പ്രവാഹത്തില് ബ്രിട്ടനിൽ എത്തിയത് 60,000 ആളുകളാണ്. അതുകൊണ്ടാണ് ഇപ്പോ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോ ഹമാസിന്റെ ഒരു നേതാവ് പറയാണ്, നിങ്ങൾ എത്ര വേണമെങ്കിലും ഞങ്ങളെ കൊന്നൊടുക്കിക്കോ, 5 വർഷം മതി, ഞങ്ങൾ അതിന്റെ ഇരട്ടിയാക്കിക്കൊള്ളാം. അതാണ് അവരുടെ കോൺഫിഡൻസ് ലെവൽ. സമീപ വർഷങ്ങളില് 1.5 ദശലക്ഷം മുസ്ലിം കുടിയേറ്റക്കാർ ബ്രിട്ടനിൽ എത്തിയിട്ടുണ്ട്. 2010നും 2016നും മധ്യത്തില് ബ്രിട്ടനിലെത്തിയ കുടിയേറ്റക്കാരിൽ 43% മുസ്ലിങ്ങളാണെന്ന് പറയുമ്പോൾ അഭയാർത്ഥികളോടുള്ള സമീപനത്തില് ബ്രിട്ടീഷുകാര് പൊതുവെ മനുഷ്യരാണ്, അവർക്ക് മനുഷ്യാവകാശം, ഇവർക്ക് കുറച്ച് പൊതുബോധം കൂടിപ്പോയി, കുറച്ച് മനുഷ്യത്വവും കൂടിപ്പോയി. അപ്പോ 3ൽ 1 മാത്രമാണ് അഭയാർത്ഥികൾ അപകടകാരികളാണ് എന്ന് കരുതുന്നത്. ബ്രിട്ടനിലെ ജനസംഖ്യ മൊത്തം എല്ലാവരെയും സമഭാവനയിൽ കാണുന്ന ആളുകൾ. അതുകൊണ്ടാണല്ലോ ഇവർക്ക് അത്രയും അവിടെ കുടിയേറാൻ പറ്റുന്നത്. പക്ഷേ തുച്ഛം ആളുകൾ അപകടകാരികളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കത്തോലിക്ക പള്ളി അവർ സഭ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ അവരുടെ കുർബാനയൊന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു മൊട്ടയാനുണ്ട് ഓടി വരുന്നു മുസല്ലയും കൊണ്ട് ഓടി വന്നിട്ട് ഈ കുർബാന നടക്കുന്നതിന്റെ നടുക്ക്, അതിന്റെ വീഡിയോ ഉണ്ടെങ്കിലുണ്ട്, അതിന്റെ നടുക്ക് ഒരു മുസല്ല ഇട്ടിട്ട്, കണ്ടായിരുന്നോ? എന്റെ ഉണ്ട്, ഞാൻ തരാം. അവിടെ നിന്ന് നമസ്കരിക്കുക. ഇതൊക്കെ ഒരിടത്ത് വലിഞ്ഞു കയറി വന്നിട്ടാണ് ഈ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റുന്നില്ല എന്ന് ഓർക്കണം. ഇനി ഫ്രാൻസില് 39% ഈ അഭയാർത്ഥികൾ വർദ്ധിച്ചിട്ടുണ്ട്. സ്പെയിനിൽ 42%, പോളണ്ടിൽ 60%. ഇപ്പോ ഇന്ത്യയിലെ കണക്ക് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരാത്തത്. എനിക്ക് തോന്നുന്നത്
മുഴുവൻ ഇന്ത്യയിലുള്ള അഭയാർത്ഥികളെക്കാൾ കൂടുതൽ ബംഗാളികൾ ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടാകും. നോക്കുമ്പോൾ ഇവർക്ക് ആധാർ കാർഡുകൾ ഉണ്ടാകും, ഇവർക്ക് പാസ്പോർട്ടുകൾ ഉണ്ടാകും, ഇവർക്ക് വോട്ടർ ID കാർഡുകൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷേ ഇവർ ബംഗ്ലാദേശികളായിരിക്കും, അതല്ലെങ്കിൽ പാകിസ്ഥാനികളായിരിക്കും. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ മുസ്ലിങ്ങൾക്ക് വർദ്ധിക്കുകയും ഹിന്ദു ജനസംഖ്യ കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ മുസ്ലിങ്ങൾ അടക്കം മതന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ കൂടിയിട്ടുണ്ട് എന്നാ പറയുന്നേ. ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 1950-നും 2015-നും ഇടയില് ഹിന്ദു ജനസംഖ്യ 2.82% കുറയുന്നത്. മുസ്ലിം ജനസംഖ്യ 43.15% ഉയർന്നു. രാജ്യത്ത് വൈവിധ്യം പരിപോഷിപ്പിക്കാൻ ഒരു നല്ല ഒരു അന്തരീക്ഷം ഉണ്ട് എന്നാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ സമീപകാലത്തെ പഠനം പുറത്തു പറയുന്നത്. രാജ്യത്തെ ജനസംഖ്യയില് ജൈനമതക്കാര്, അതുപോലെ ഹിന്ദു ജനസംഖ്യ, ഇതൊക്കെ കൃത്യമായ രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടുന്ന വസ്തുതകളാണ്. പക്ഷേ മുസ്ലിം ജനസംഖ്യയുടെ വിഹിതം എടുത്താൽ 1950-ല് 9.84% ശ്രദ്ധിക്കണം. 1950-ല് 9.84% 2015 ആകുമ്പോഴേക്ക് 14.09% ഉയർന്നിട്ടുണ്ട്. 43.15% വർദ്ധിച്ചു. അപ്പൊ ഈ 2024-ൽ എത്ര എത്തിയിട്ടുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കി. ഇതുവരേക്കും 2024 സെൻസസ് പുറത്തു വന്നിട്ടില്ല. അപ്പൊ ഇത് നമ്മൾ കൂടുതൽ ചർച്ചയ്ക്കെടുക്കേണ്ടുന്ന വിഷയമാണെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ നമ്മള് ഇന്നിപ്പോ +2-ന്റെയും SSLC-യുടെ ഒക്കെ റിസൾട്ട് പ്രഖ്യാപിച്ച ഒരു സുദിനം കൂടിയാണല്ലോ ഇന്ന്. ഏറ്റവും വലിയ രസകരം, നമ്മൾ അഭിമാനത്തോടു കൂടി അതല്ലെങ്കിൽ ചരിത്ര മുഹൂർത്തം എന്നൊക്കെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അണ്ണൻ ഇന്ന് അക്ഷരങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് ആ ഒരു 6 7 സംഖ്യയാണെങ്കിൽ അതൊക്കെ പറയാൻ പഠിച്ചിട്ടുണ്ട്. അത് വലിയൊരു ചരിത്രം തന്നെയാണ്. അതിന് നമ്മൾ വലിയൊരു ക്ലാപ്പ് ആദ്യം കൊടുക്കണമെന്ന് ആദ്യം പറയുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സംഖ്യകളൊക്കെ കൂട്ടി പഠിച്ച് പറയാൻ പഠിച്ചിരിക്കുന്നു. മാത്രമല്ല നമുക്കറിയാം ഇന്നത്തെ കുട്ടികളുടെ ആ ഒരു വിദ്യാഭ്യാസ നിലവാരം എവിടെ പോയി എന്നുള്ളതുകൂടി നമ്മൾ കുറച്ച് സമയം ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം അക്ഷരം കൂട്ടി വായിക്കാനും സ്വന്തം പേരും അഡ്രസ്സും എഴുതാൻ പോലും അറിയാത്ത കുട്ടികൾ പോലും പൂർണ്ണമായിട്ടും A+ കിട്ടിയും അതല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ 100% വിജയം കൊയ്തുകൊണ്ട് ഓരോ സ്കൂളുകളൊക്കെ അവകാശവാദവുമായിട്ട് വരുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇന്ന് മറ്റൊരു കൗതുകകരമായിട്ടുള്ള ഒരു വാർത്തയാണ് എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ള വാർത്ത. ഏറ്റവും കൂടുതൽ A+ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. നമ്മൾ കണ്ട് പല രീതിയിൽ എന്തൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെയെല്ലാം മതത്തിന്റെ അതല്ലെങ്കിൽ പ്രത്യേകമായി ഞമ്മന്റെ ആളുകൾ കൂടുതലുള്ള ആ ജില്ലയായതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ A+ വീണ്ടും വന്നിരിക്കുന്നത് അഭിമാനത്തോടു കൂടി പത്രങ്ങൾ പറയുമ്പോൾ ഈ കുഞ്ഞു മനസ്സിൽ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഒരു റിസൾട്ടിൽ പോലും മതം കലർത്തുക എന്ന് പറയുന്ന ഇവരുടെ ആ ഒരു ക്രൂരത നമ്മൾക്ക് കാണാതെ പോകരുത്. മാത്രമല്ല ഇന്ന് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിയിൽ തന്നെ കുട്ടികളുടെ ആ ഒരു നിലവാരം എവിടെ എത്തിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഏകദേശം അവസാനത്തെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു 75-ന് ശേഷമുള്ള അതല്ലെങ്കിൽ 85-നുള്ളിലുള്ള ആ ഒരു തലമുറയെ തന്നെ എടുത്താൽ മതി. എന്തായിരുന്നു അത് പറയാൻ കാരണം എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം നമ്മൾക്കറിയാം നമ്മളൊക്കെ 1ാം ക്ലാസ് കഴിഞ്ഞ് 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോൾ മര്യാദയ്ക്ക് മലയാളം എഴുതാൻ ഏകദേശം എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. മാത്രമല്ല എണ്ണാൻ 1 മുതൽ 100 വരെയെങ്കിലും മിനിമം എണ്ണാൻ ഏതൊരു കുട്ടിയും പഠിച്ചിട്ടുണ്ടാവും. അന്നൊക്കെ ഇംഗ്ലീഷിൽ വലിയ പ്രാഗൽഭ്യം കുട്ടികൾക്ക് ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ ആ ഒരു പ്രാഗൽഭ്യം കൂടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ നാട്ടിലുള്ള നമ്മുടെ മാതൃഭാഷ പഠിക്കാനും അതല്ലെങ്കിൽ നമ്മുടെ പേരും വിവരങ്ങളും ഒന്ന് മര്യാദയ്ക്ക് എഴുതാനും അക്ഷരങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി പഠിക്കാനും കണക്കിലെ ഈ പറയുന്ന 1 മുതൽ 10 വരെയുള്ള സംഖ്യ പോലും അതല്ലെങ്കിൽ 100 വരെയുള്ള സംഖ്യകൾ പോലും മര്യാദയ്ക്ക് പറയാനും പറ്റാത്ത രീതിയിലുള്ള ആളുകളെ എല്ലാം 100% 100 മേനി കൊയ്യാൻ വേണ്ടി വിജയിപ്പിച്ചെടുക്കുന്ന ആ രീതിയിലേക്ക് മാറിയിട്ടുള്ള നമ്മുടെ ശിവണ്ണന്റെ കീഴിലുള്ള ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആ ഒരു ഇത് കൂടി പറയേണ്ടതുണ്ട്. മാത്രമല്ല ടീച്ചർ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, പാകിസ്ഥാനും അതല്ലെങ്കിൽ ബംഗ്ലാദേശ് ആയിക്കോട്ടെ അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള അഖണ്ഡ ഭാരതത്തിൽ നിന്ന് മുറിഞ്ഞു പോയിട്ടുള്ള ഭാരതത്തിന്റെ ആ ഭാഗങ്ങൾ മുറിച്ച മാറ്റപ്പെട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ, അതായത് അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ ഹിന്ദു സിഖ് ബുദ്ധ എന്ന് പറയുന്ന ആ രീതിയിലുള്ള അവരെ സംരക്ഷിക്കാൻ ഈ പാകിസ്ഥാനും അതല്ലെങ്കിൽ ബംഗ്ലാദേശും കഴിഞ്ഞു എന്ന് വലിയൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാമിക രാജ്യത്ത്
രാജ്യത്ത് ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദു അടക്കമുള്ള ക്രൈസ്തവരടക്കമുള്ള 7ഓളം വിഭാഗങ്ങൾ അനുഭവിക്കുന്ന ആ തീക്ഷ്ണമായിട്ടുള്ള ആ അനുഭവം നമ്മൾക്കറിയാം. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭാരതം ഒരു തീരുമാനമെടുത്തപ്പോൾ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ പൗരത്വം പോകുന്ന അതല്ല ഞങ്ങളെയൊക്കെ ആട്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പച്ച നുണ പടച്ചിറക്കിക്കൊണ്ട് അത് രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ടും ഈ നാട്ടിലെ സകലമാന ജനങ്ങളുടെ ഉള്ളിലും ആ മതവർഗീയത പടർത്തിക്കൊണ്ട് ചെയ്തിരുന്ന ആ ഡാഷ് ആ ഡാഷിന്റെ അവിടെ ആവശ്യാനുസരണം കൂട്ടിച്ചേർക്കുക. കാരണം എന്റെ ഒരു പൊതുവെയുള്ള സ്വത ശൈലി ഞാൻ ടീച്ചർ ഉള്ളത് കൊണ്ട് ഇവിടെ പറയുന്നില്ല, അതിന് പറയേണ്ട ഭാഷ അത് തന്നെയാണ്. ഏതായാലും ഇത്തരത്തിൽ എന്തിലും മതം കലർത്തിക്കൊണ്ട് വിദ്യാഭ്യാസത്തിൽ പോലും മതം കലർത്തിയ ആ വിഷയവും ഈ പറയുന്ന പാകിസ്ഥാൻ അടക്കമുള്ള ബംഗ്ലാദേശ് അടക്കമുള്ള അവിടെ അനുഭവിക്കുന്ന അവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ ആ അനുഭവം കൂടി പറയേണ്ടതുണ്ട്. ഇവിടെ പാമ്പ് പെറ്റുപെരുകുന്ന കൂടി പന്നി പെറ്റുപെരുകുന്ന എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 153 AK കാത്തിരിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ലേ. ഇവിടെ വിഷപ്പാമ്പുകൾ അത് തന്നെ പറയാം. കാരണം പാല് കൊടുത്ത കൈക്ക് കൊത്തുന്ന സ്വഭാവമുള്ള പാമ്പുകൾ ഇവിടെ പെറ്റുകൂട്ടുക. ഒരു മാളത്തിൽ നിന്നും 10ഉം 15ഉം പാമ്പ് കുട്ടികളെയൊക്കെയാണ് ഒരു പാമ്പിന്റെ ആ പ്രസവത്തിൽ അതെങ്കിലും മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുക എന്ന് നമ്മൾക്കറിയാം. അത്തരത്തിൽ ഈ പാമ്പും കുട്ടികൾ ഇവിടെ പെരുകി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത് വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനാവും. എന്തുകൊണ്ടാണ് അത് ഭാരതത്തിൽ ഇപ്പോഴും സംഭവിക്കാതെ നീണ്ടു പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് വിദേശ അധിനിവേശ ശക്തികൾ, അത് ക്രൈസ്തവരായിക്കോട്ടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിക്കോട്ടെ, ആ അധിനിവേശ ശക്തികൾ വന്നപ്പോഴെല്ലാം ഭാരതം എത്രത്തോളം അവരോട് പടപൊരുതിക്കൊണ്ട് ഭാരതത്തിന്റെ ആ തനതായ സംസ്കാരവും അവരുടേതായിട്ടുള്ള മഹത്വവും കാത്തു സംരക്ഷിച്ചുകൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇപ്പൊ ജാമിദ ടീച്ചറായാലും ഞാനായാലും ഇനി വേണ്ട ഒരു ജോസ് ആയാലും ഇങ്ങനെ വ്യത്യസ്ത മതത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത കമ്മ്യൂണിറ്റിയിൽ ജനിച്ചിട്ടുള്ള, ഇന്ന് മതമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് സെക്കൻഡറി ആക്കി മാറ്റിവെക്കാം. പക്ഷെ ജനനം കൊണ്ട് നമ്മൾ അങ്ങനെ ആയത് ആ സമയത്ത് കൊണ്ട് തന്നെ നമുക്ക് ഒരേ വേദിയിൽ ഇരുന്ന് സംസാരിക്കാനും നമ്മുടെ കൃത്യമായിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളും നമുക്ക് പിടിച്ചു വാങ്ങാനും ഭരണാധികാരികളോട് അപേക്ഷിക്കുകയല്ല, അവരോട് നമുക്ക് ആജ്ഞാപിക്കാനുള്ള അവകാശം കൂടി ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുക. അത് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുക. മാത്രമല്ല മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യവുമില്ല. ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടും അതല്ലെങ്കിൽ കുടിയേറിയതിനു ശേഷം അവിടെ പാമ്പ് പെറ്റുപെരുകുന്നത് പോലെ വിഷമുള്ള ജന്തുക്കളായി മാറിക്കൊണ്ട് അവിടുത്തെ സമാധാനം നശിപ്പിക്കുന്ന ആ ഒരു വിഷയം എടുക്കേണ്ടതുണ്ട്. പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ജനസംഖ്യ അവരാ വിഭജിച്ച സമയത്തുള്ള ആ കാര്യം എടുക്കേണ്ടതുണ്ട്. എന്തിനും ഏതിനും മതം തിരുകുന്ന നമ്മുടെ ശിവണ്ണന്റെ കാര്യം എക്സ്ട്രാ കൂട്ടിച്ചേർത്തൊന്ന് ചൊറിയേണ്ടതുണ്ട് ടീച്ചറെ. ശിവണ്ണൻ എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചു. പിന്നെ ബൈജു, ഈ നിർമ്മല സീതാരാമന് അമേരിക്കയിലെ ഒരു പീറ്റർസൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ഇക്കണോമിക്സോ അങ്ങനെ കണ്ട ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് സംസാരിക്കുമ്പോൾ അവര് പ്രത്യേകിച്ച് ഈ നിർമ്മല സീതാരാമൻ ആരെയും ഭയക്കാതെ അവർക്ക് അറിയുന്ന കാര്യം അവരുടെ ബോധ്യത്തിൽ നിന്ന് കൃത്യമായി വിളിച്ചു പറയുന്ന ആളാണ്. മുസ്ലിം ജനസംഖ്യയില് ഇന്ത്യ ലോകത്ത് 2ാം സ്ഥാനത്താണെന്ന്. ലോകത്ത് എത്ര ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്? 57 ഉണ്ട്. മുസ്ലിങ്ങളുടെ എണ്ണം ഇന്ത്യയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും പറയുന്നത് ഇവർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ഇന്ത്യയിൽ മുസ്ലിങ്ങള് പീഡനം അനുഭവിക്കുകയാണെന്ന് ഇവർ പറഞ്ഞു വരുന്നത്. മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിലും വിവേചനങ്ങളിലും ഒക്കെ ഇന്ത്യൻ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് ഇവര്. അതേപോലെ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഉഴറിക്കൊണ്ടിരിക്കുവാണ്. 3 ദിവസമായിട്ട് ഈ വിഭാഗം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം നീറുന്ന ചർച്ചയിൽ അകപ്പെട്ടിരിക്കുന്ന നമുക്കറിയാം ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന്. സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോ 2014 ശേഷം ഇതുവരെയും ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ കുറഞ്ഞിട്ടില്ല. ഇനി മറിച്ച് ചിന്തിക്കുവാണെങ്കിലോ, ഇന്ത്യയോടൊപ്പം രൂപമെടുത്ത പാകിസ്ഥാനില് ന്യൂനപക്ഷങ്ങളുടെ എണ്ണം എത്രയാ? ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല 0% മുസ്ലിം ജനസംഖ്യയില് ഇന്ത്യ ലോകത്ത് 2ാം സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കുമ്പോ നമ്മൾ ചിന്തിക്കണം എത്രമാത്രം ഇവര് പെറ്റുപെരുകുന്നുണ്ട്. ഇന്ത്യയിലെ അവസാനത്തെ സെൻസസ് നടക്കുന്നത് 2011 എന്തടിസ്ഥാനത്തിലാണ് 2014 മുതലുള്ള മതം തിരിച്ചുള്ള ജനസംഖ്യാ കണക്കുകള് ഇവരാധികാരികമായി പറയുന്നത് എന്ന് ആലോചിക്കണം. 2011 കണക്ക് വെച്ചിട്ട് 2014 മുതലെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2014 മുതൽ 2024 ആയല്ലോ, 23 വരെയുള്ള ജനസംഖ്യാ കണക്കുകൾ എവിടെ, ആര്, എപ്പോൾ, എങ്ങനെ നടത്തി? മതനിരപേക്ഷ രാഷ്ട്രമായ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെ മതരാഷ്ട്രമായ പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യേണ്ടതുണ്ട്.
ഇന്ത്യ ഒരു ഹിന്ദു പാകിസ്ഥാൻ ആയിരുന്നില്ലല്ലോ. ഒരു കാലത്തും താരതമ്യത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അവരത് മതേതര രാഷ്ട്രങ്ങളുമായിട്ടല്ലേ ഇന്ത്യയെ ചേർത്ത് വയ്ക്കേണ്ടത് എന്ന് ചോദിക്കും. ഒരു പക്ഷേ ജനാധിപത്യം ചിതലെടുത്തു പോയ ഒരു രാജ്യമായി പോയി നമ്മുടെ രാജ്യം. മതരാഷ്ട്രമായ പാകിസ്ഥാനിൽ പോലും നമുക്ക് കഴിഞ്ഞ ദിവസം കോണ്ടം നിരോധിച്ചതായിട്ട് താലിബാന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം പെറ്റ് പെരുകിക്കോട്ടെ, ഇന്ത്യ ഇക്കാര്യത്തിൽ മത്സരിക്കുന്നത് ആരോടാ? ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അംഗീകരിക്കുന്നു. 17.2 കോടി മുസ്ലിങ്ങളാണ് ഇന്ത്യയിലുള്ളത് എന്ന് പറഞ്ഞ് മോങ്ങിക്കാറുന്ന ഒരു കൂട്ടം ആളുകൾ തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുള്ള നമ്മുടെ രാജ്യത്തെ യൂണിയൻ ക്യാബിനറ്റില് ആലോചിക്കണം. 17 കോടി മനുഷ്യരിൽ ഒരാള് പോലും ഇല്ല എന്ന പരമസത്യം എന്ന് പറഞ്ഞിട്ടാണ് നിർമ്മല സീതാരാമനെ ജിഹാദികൾ അടിച്ച് തെറിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ചവിട്ടി അരക്കാൻ ശ്രമിക്കുന്നത്, അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. ചില സത്യങ്ങൾ ഉണ്ടല്ലോ എല്ലാവർക്കും പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. ചില സമയത്ത് മാത്രമേ ചിലരിൽ നിന്നും അത് പുറത്തു വരൂ. ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അത് കേൾക്കണം. 60 വർഷത്തെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക്, ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞ് വെറുതെ ക്രിസ്ത്യാനികളെ കൂടെ അതിലേക്ക് വലിച്ചടിക്കേണ്ടതാണ് എന്റെ അഭിപ്രായം കേട്ടോ. ഈ മുസ്ലിങ്ങൾക്ക് വൻതോതിലുള്ള ധനസഹായം കൊടുത്തില്ലേ? ഏതെല്ലാം ഫണ്ടുകളാണ്? ദരിദ്രരായ ഹിന്ദു സമൂഹത്തിലെ ജനസംഖ്യ വലിയ തോതിൽ കുറയുകയും ചെയ്തില്ലേ? നമ്മൾ കാണുന്നു നമ്മുടെ രാജ്യത്തിന്റെ പല രൂപത്തിലുമുള്ള മാറ്റങ്ങൾ. ഇപ്പൊ കേരളം പോലെയല്ല, നാട്ടിലുള്ള ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനം ഈ സ്വതന്ത്ര ഭാരതത്തിൽ വേറെയുണ്ട്. ജനസംഖ്യാ നിയന്ത്രണത്തിന് പുതിയ ഒരു നയം വേണം എന്ന നിർദ്ദേശം പല സംസ്ഥാനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമുക്കറിയാം ഉത്തരാഖണ്ഡ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ നയം സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് അവരുള്ളത്. അവിടെ ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഉത്തർപ്രദേശ്, അസം, ഇവിടെയൊക്കെ നടപ്പിലാക്കിയ മാതൃക രാജ്യത്തെങ്ങും വ്യാപിപ്പിക്കണം. പക്ഷേ കേരളം അതിന് തയ്യാറാകുമോ എന്നിടത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന്റെ തുടക്കം എന്ന നിലയിൽ ഉത്തരാഖണ്ഡിൽ നയം നടപ്പിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു, നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. പുഷ്കർ സിംഗ് ധാമി ആ സർക്കാരാണ് ഉത്തരാഖണ്ഡില് ഏതാണ്ട് തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതെ, നമ്മള് കൃത്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന സമയത്ത്. അതുപോലെ ഡെറാഡ്യൂൺ, ഹരിദ്വാർ, പിന്നെ ഉദ്ധം സിംഗ് നഗർ, നൈനിറ്റാൾ, ഇവിടെയൊക്കെ മുസ്ലിം ജനസംഖ്യ ഉയരുകയാണ് എന്ന വിലയിരുത്തലിന്റെ ഭാഗമായി എല്ലായിടത്തും നിയന്ത്രണങ്ങൾ ഏർപ്പാട് ചെയ്തിരിക്കുന്നു. ഇത് ചർച്ച ചെയ്യുന്നത് സംഘപരിവാറിന് വേണ്ടിയാണെന്നും BJPക്ക് വേണ്ടിയാണെന്നും RSSന് വേണ്ടിയാണെന്നും പറയുന്നതിന് മുമ്പ് ഈ രാജ്യത്തിന് വേണ്ടിയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? സംസ്ഥാനത്തെ പ്രമുഖരായ ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ അവരെയൊക്കെ ചാണക സംഖ്യയാക്കി മാറ്റുമ്പോൾ ജനസംഖ്യാ നിയന്ത്രണത്തിന് സമിതി രൂപീകരിച്ച് ഇതുമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉത്തരാഖണ്ഡിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? അപ്പോ ജനസംഖ്യാ നിയന്ത്രണം വളരെ അനിവാര്യമായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കണം. അതിന് മാതൃകയാണ് ഉത്തരാഖണ്ഡ്. അപ്പോ ഉത്തരാഖണ്ഡ് കേരളം പോലെ ഒരു സംസ്ഥാനം മാത്രമാണ്. എന്നിട്ടും അവർക്ക് ഇത്തരം ചില നയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നു. ഇനി ഞാൻ വേറൊരു വിഷയം കൂടി പറഞ്ഞുതരാം. ഇറാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആണല്ലോ, നമുക്കാർക്കും അതിൽ സംശയമില്ല. പക്ഷേ മറ്റു ചില ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലെ 90% മുകളിൽ മുസ്ലിം ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രമല്ല ഇറാൻ. അവിടെ അധികാരം നിലനിർത്തുന്ന ഷിയ മുസ്ലിം വിഭാഗങ്ങൾ ആകെ ജനസംഖ്യയുടെ 32% മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് സുന്നി മുസ്ലിം വിഭാഗം, ജനസംഖ്യയുടെ 5% ഉള്ളൂ. പരമ്പരാഗത സൂഫി വിശ്വാസികളായ മുസ്ലിം ജനത 3%-നും മുകളിലാണ്. എങ്ങനെ കൂട്ടിയാലും 50%-ന് താഴെയുള്ളൂ. മുസ്ലിം മതവിശ്വാസികളായ ഇറാനിയൻ ജനത 50%-ൽ താഴെ വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ വിശ്വാസം വരുന്നില്ലേ? എന്നിട്ടും അവരുടെ പേരെന്താണ്? ഇസ്ലാമിക് റിപ്പബ്ലിക്. അതാണ് 50% അവരായപ്പോൾ
അവർക്കൊരു ഇസ്ലാമിക റിപ്പബ്ലിക് നിർമ്മിക്കാൻ സാധിച്ചു. അവിടെയാണ് അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ 90, 60 ഒന്നും ആകണ്ട, 50% മതി, 30, 20 ആകുമ്പോഴേ അവർ തുടങ്ങും. സെമിറ്റിക് മതങ്ങളുടെ, പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത അതാണ്. 25% മുകളിൽ കടന്നാൽ അവരപ്പോൾ മതരാഷ്ട്രം നിർമ്മിക്കാൻ അവർക്ക് സംഘബലം ഉണ്ടാകും. അത് തന്നെയാണ് UK ഭയപ്പെടുന്നത്. അതാണ് സ്വീഡൻ അനുഭവിച്ചത്. അതാണ് ഫ്രാൻസിന്റെ ഭയം. എതിർപ്പുകളും എതിർ ശബ്ദങ്ങളും എന്ത് വില കൊടുത്തും ഒന്നുകിൽ വിലക്കെടുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കഴുത്ത് വെട്ടി അടിച്ചമർത്താൻ ശ്രമിക്കും. ഇവർക്ക് ആഗോള ജനാധിപത്യ നിയമങ്ങൾ ഒന്നും ബാധകമല്ല. എന്നാൽ 25% താഴെ വന്നാലോ നിലനിൽപ്പിന് വേണ്ടിയുള്ള നെഞ്ചിലിടിയാണ്. ഞങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും നിലവിളി. ഇറാനിൽ നിരീശ്വരവാദികൾ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇറാൻ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളാണുള്ളത്. 60% മേലെ. അതില് ഡിക്ലെയർ ചെയ്യുന്നത് ഏതാണ്ട് 12% ആളുകൾ മാത്രമേ ഉള്ളൂ. കാരണം ഇവന്മാരെ തല വെട്ടൂലേ, വെട്ടിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ആളുകൾ. ആ ഇസ്ലാമിക രാജ്യത്ത് പോലും ആലോചിക്കണം. മഹ്സ അമിനി എന്ന് പറയുന്ന ഒരു 22 വയസ്സുകാരി, ആ പെൺകുട്ടി ശരിയാമണ്ണം ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താൽ ആ പെണ്ണിനെ ആട്ടിച്ചും ഇടിച്ചും മർദ്ദിച്ചും കൊന്നപ്പോൾ ഇറാനിലെ സുന്ദരികളായ സ്ത്രീകളും പെൺകുട്ടികളും പൂർണ്ണ നഗ്നരായി പൊതുനിരത്തിലിറങ്ങി അവർ ധർണ നടത്തി. കൊമേനി എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയായ ഭരണാധികാരിക്കെതിരിൽ. 20 മിനിറ്റ്. അപ്പോ അവിടെ നിരീശ്വരവാദികൾ ഉണ്ടെന്ന് പറയുമ്പോ നമ്മൾ ആലോചിക്കണം. നിരീശ്വരവാദം പറഞ്ഞാൽ തലവെട്ടുന്ന നാടാ. പക്ഷേ ഈ 50% മുസ്ലിങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിരീശ്വരവാദികളും എമ്പാടുമുണ്ട്. നല്ലൊരു ശതമാനം, 60 എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. എന്തായിരുന്നാലും അതിനും താഴെയാണ് സുന്നി മുസ്ലിം ജനസംഖ്യയുള്ളത്. എന്നിട്ടും അവർക്ക് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ പറ്റി. ഒരു വിഭാഗത്തിനും താല്പര്യമില്ലാത്ത ഒരുപാട് ജനവിഭാഗങ്ങളും അവിടെയുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ള ആളുകളുണ്ട്, പല ആധുനിക തരത്തിലുള്ള ആശയങ്ങൾ പിന്തുടരുന്നവരുണ്ട്, സംഘടിതരല്ലാത്ത ജനത വരെയുണ്ട്. അവരാണ് ഇറാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിഭാഗവും. അവർക്ക് സംഘടന വേണ്ട. മൊത്തവും ജനസംഖ്യയുടെ 22% മുകളിൽ വരും ഈ സംഘടന വേണ്ട എന്ന് വാദിക്കുന്ന ആളുകൾ. പക്ഷേ ഇത് ലോകത്തിനറിയാം. അവര് നിരന്തരം മതഭരണകൂടവുമായി കലഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവരിൽ പലരും അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അകാരണമായി കൊല ചെയ്യപ്പെടുന്നുണ്ട്. അവരിൽ നിന്ന് പുറത്തേക്ക് എന്ത് വാർത്ത പോകണമെന്നും എന്ത് പോകണ്ട എന്നും നിശ്ചയിക്കുന്നത് ഇസ്ലാമിക ഭരണകൂടമാണ്. ഞാൻ ഈ പറഞ്ഞ 22-കാരിയായ മഹ്സ അമിനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര കലാപം ലോക രാജ്യങ്ങളിൽ ചർച്ചകളായിരുന്നു. അതിന്റെ തന്നെ അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം 80ഓളം പേർ കൊല്ലപ്പെട്ടെന്ന് പറയുന്നു. അത് 8000 ആയിരിക്കും, 80,000 ആയിരിക്കും, 8 ലക്ഷമായിരിക്കും. 450 പേര് അറസ്റ്റിലായി. ഇത് പുറത്ത് ഇറാൻ വിടുന്ന കണക്കാണ്. 4.5 ലക്ഷം ആളുകളെ ഇവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂട്ടിയിട്ട് കത്തിക്കുമായിരുന്നു ഇവർ ജയിലുകളിൽ ചെയ്തത്. അപ്പൊ അതിനേക്കാൾ എത്രയോ മുകളിലാണ് ഈ ജനസംഖ്യ എന്ന് നമുക്ക് അനുമാനിച്ചൂടെ? ഇറാൻ കടുത്ത പ്രതിഷേധത്തിലായിരുന്നു അന്നുമുള്ളത്, ഇപ്പോഴും അതെ. കാരണം അവർക്ക് എപ്പോഴും അവര് മാത്രമേ പാടുള്ളൂ. പേർഷ്യൻ ഭാഷയിൽ സംപ്രേഷണം നടത്തുന്ന ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള TV ചാനലിനെതിരെ കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രിയാണ് രംഗത്ത് വന്നത്. ഇറാനിലെ സംഭവങ്ങൾ ലോകത്തിന് മുന്നിൽ കാണിച്ചുകൊണ്ട് ഇറാനെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് കാണിച്ചിട്ടായിരുന്നു ഇറാനിലെ ബ്രിട്ടീഷ് അംബാസഡറെ വിളിച്ച് പരാതി പറഞ്ഞത്. അതായത് നമുക്കറിയാം, നൂപുർ ശർമ്മ ഒരു സത്യം തുറന്നു പറഞ്ഞപ്പോൾ ആദ്യം വന്നത് ഇറാനാണ് ഇന്ത്യക്കെതിരെ. പിന്നെ വരുന്നു ഖത്തർ, പിന്നെ വരികയാണ് അഫ്ഗാനിസ്ഥാനെ. അതായത് 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കരുത് എന്ന് പറഞ്ഞ് പിന്നെ ഈ അഫ്ഗാന് പിടിച്ചെടുക്കുവാണ് താലിബാനികള്. ആ സമയത്ത് സൈനികരുടെ ഭാര്യമാരുടെയും മക്കളുടെയും കണക്കെടുത്ത് ലൈംഗിക അടിമകളാക്കി കൊണ്ടു നടന്ന ഈ അഫ്ഗാൻ താലിബാൻ ജനത പറയാണ് മുസ്ലിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നോക്കി പിടിപ്പിക്കണമെന്ന്, മുസ്ലിങ്ങളെ വിമർശിക്കുമ്പോൾ നോക്കി വിമർശിക്കണമെന്ന്, മഹ്സ അമിനിയെ ഞങ്ങൾക്ക് വേണം തലയെടുക്കണമെന്ന്. അമേരിക്കയും യൂറോപ്യൻ മാധ്യമങ്ങളും ഒക്കെ ഇറാനെതിരെ ചിന്തിക്കുന്ന മറ്റ് രാഷ്ട്രങ്ങളുമൊക്കെ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായിട്ട് ഇറാനെതിരായിരിക്കുവാണ്. കാരണം ഇറാന്റെ നയം നമുക്കറിയാം. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഇവര് കൂടുതലാണ്. ഇവർക്ക് എവിടെയാണെങ്കിലും ശരി ഇവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഇപ്പോ
ഒരു മുസ്ലിം പിതാവ്, ആ മുസ്ലിം പിതാവിന്റെ മകൻ ഒരു അപരാധം ചെയ്തെന്ന് വിചാരിക്കുക, ആ വാപ്പ മോന്റെ കൂടെ നിൽക്കൂ, വാപ്പ മകന്റെ കൂടെ നിൽക്കൂ. നമുക്ക് അനുഭവങ്ങളുണ്ട്. പക്ഷെ എല്ലാ വാപ്പമാരും നിൽക്കും. എന്റെ വാപ്പച്ചി ഒരു രാജ്യസ്നേഹിയായിരുന്നു. അതുകൊണ്ട് വാപ്പച്ചി ചെയ്ത തെറ്റ് ഒരു ചെറിയ കുട്ടി പറഞ്ഞാലും വാപ്പച്ചി അത് സ്വീകരിക്കുമായിരുന്നു. ഞങ്ങൾക്കറിയാം. വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരു മിതഭാഷിയായ മകനാ എന്റെ വാപ്പച്ചി. അപ്പോ വാപ്പച്ചിയുടെ മക്കളുണ്ട് ഇത്രയും ആളുകള്. എന്ത് തെറ്റ് ചെയ്താലും ശരി, ഒറ്റ ചോദ്യമേ ഉള്ളൂ, നീ അത് ചെയ്തോ? അല്ല വാപ്പച്ച ചെയ്തോ? ആ ചെയ്തു, ശരി, നീങ്ങി നിന്നോ, ശിക്ഷ വാങ്ങിച്ചോ. അല്ലാതെ എന്റെ മകനാണ്. എന്നിട്ട് എന്റെ വാപ്പച്ചി വലിയൊരു പട്ടാളക്കാരനാണ്, ഉദ്യോഗസ്ഥനാണ്. എന്നാൽ പോലും മക്കൾ ചെയ്ത തെറ്റിന് ആരുടെ മുമ്പിൽ മാപ്പ് പറയാൻ മടി കാണിച്ചിട്ടില്ല. എന്റെ ഇക്കുക അപ്പുറത്തെ വീട്ടിലെ ചെടിച്ചട്ടിയൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരേ കാറ്റഗറി അല്ല. ഒരു മുസ്ലിമിന് തെറ്റ് സംഭവിച്ചു ഒന്നും വേണ്ട ബൈജു, 34 കോടി പിരിച്ച റഹീമിന്റെ കൂടെ അല്ലേ നമ്മുടെ കേരളത്തിന്റെ മുഴുവൻ മുസ്ലിം വിഭാഗം നിന്നത്? എന്തുകൊണ്ടാ? നിമിഷപ്രിയക്കില്ലാത്ത പിന്തുണ. നിമിഷപ്രിയ സ്വന്തം പ്രാണൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മയക്കുമരുന്ന് ഓവർഡോസിൽ കുത്തിവെച്ചവളെ കൊന്നില്ല. അയാളുടെ പാസ്പോർട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത്രേ ചെയ്തുള്ളൂ. എന്നിട്ട് നിമിഷപ്രിയക്കില്ലാത്ത എന്തൊക്കെ രൂപത്തിലുള്ള അംഗീകാരം. എന്നിട്ട് അവസാനം എന്താ പറഞ്ഞത്? നരേന്ദ്രമോദി ഇടപെട്ടിട്ട് സൗജന്യമായിട്ട് ഇവനെ രക്ഷപ്പെടുത്തിയിട്ട് 34 കോടി രൂപ റഹീമിന് ജീവിക്കാൻ കൊടുക്കണമെന്ന് കൊലപാതകവും ചെയ്തു. 34 കോടി രൂപയും കിട്ടി, പോപ്പുലറായി. ശേഷിക്കുന്ന കാലം മന്ദപ്പൻ ജോലിയും കൊടുത്തിട്ടുണ്ട് ബോച്ചെ. വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആരാണ്? പിന്നെ നമ്മുടെ യൂസഫ് അലി. ആ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാണുവാണ് മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത. ഞമ്മന്റെ ആളുകളാണെങ്കിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയും. ഇനിയും വരും ഇതുപോലെയൊക്കെ പലതും. അതായത് നമ്മുടെ നാട് മതരാഷ്ട്രമായി മാറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. സംശയം ടീച്ചർ ഇത് പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ ആലോചിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. കാരണം നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് വട്ടം സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. നാട്ടിൻപുറങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഗവൺമെന്റ് LP സ്കൂൾ എന്ന് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഈ ഗവൺമെന്റ് LP സ്കൂളിന്റെ മുൻപിൽ ഒരു മുസ്ലിം എന്ന് ചേർക്കുന്ന ഒരു സംഭവം. അതേപോലെ തന്നെ അറബിക് ഭാഷയും ദേവഭാഷ എന്നറിയപ്പെടുന്ന ഭാരതത്തിലെ സംസ്കൃത ഭാഷയുള്ള സംസ്കൃതം എന്ന് പറയുന്ന ആ ഭാഷ, അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു ഭാഷ, ഇനി ക്രൈസ്തവരുടെ ഭാഷയാണെങ്കിൽ അത്, ശരിക്കും ഇവിടെ ജനാധിപത്യ രാജ്യമാണ് എന്നാൽ വെപ്പാണ് എന്നുണ്ടെങ്കിൽ ക്രൈസ്തവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മതഭാഷയുണ്ട്, ഹൈന്ദവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മതഭാഷയുണ്ട്, ഇവർക്ക് ഉള്ളതുപോലെ തന്നെ അറബി എന്ന് പറയുന്ന അവരുടെ മതഭാഷ പോലെ തന്നെ. പക്ഷെ 10-നടുത്ത് 7-ലധികം കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു അറബിക് ടീച്ചറെ വെച്ചിരിക്കണം എന്ന് നിർബന്ധമാണ്. മാത്രമല്ല 50%-ലധികം മുസ്ലിം കുട്ടികളുണ്ട്. എങ്ങനെയാണ് ഈ മുസ്ലിം ഗവൺമെന്റ് LP സ്കൂൾ ആവുന്നതും മുസ്ലിം ഗവൺമെന്റ് UP സ്കൂളും മുസ്ലിം ഗവൺമെന്റ് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഒക്കെ ആവുന്നത് എന്നുള്ളതിന്റെ ആ ഒരു ചരിത്രം കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇത് നമ്മളത് ഇസ്ലാമിക രാജ്യമല്ല എന്നിരിക്കെ തന്നെ കേരളത്തിൽ മാത്രം കാണുന്ന ഒരു വലിയൊരു പ്രതിഭാസമാണിത്. അപ്പോൾ ഇത് കേരളം ഇസ്ലാമിക രാജ്യമായോ അതല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഇവിടുത്തെ ഭരണാധികാരികൾ ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെയാണ്. കാരണം ഒരു കുട്ടിയായാലും ഇനി വരാനിരിക്കുന്ന പുതുതലമുറകളുടെയൊക്കെ ആ ഒരു ബേസിക് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖല തന്നെ. ഈ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ കൃത്യമായിട്ടും ഇതുപോലെ മുസ്ലിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, മുസ്ലിങ്ങളുടെ പേരിൽ LP സ്കൂളും UP സ്കൂളും ഹൈസ്കൂളുകളും നിർമ്മിക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് അത് പേരിലേക്ക് തന്നെ കൊടുക്കുക. മാത്രമല്ല അറബി എന്ന് പറയുന്ന അവരുടെ മതഭാഷയെ അവനെ പ്രൊമോട്ട് ചെയ്ത് അതിനുവേണ്ടി അധ്യാപകരെയും കൊടുക്കുക, അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും കൊടുക്കുക. എന്നാൽ ഇതര മതസ്ഥരായിട്ടുള്ള ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും അവരുടെ മതഭാഷയോ അതല്ലെങ്കിൽ അവരുടെ പേരിൽ ഒരു ഗവൺമെന്റ് ഹൈസ്കൂളോ അല്ലെങ്കിൽ ഗവൺമെന്റ് UP സ്കൂളോ ഗവൺമെന്റ് LP സ്കൂളോ കൊടുക്കാതിരിക്കുക. ഇതൊക്കെ കാണുമ്പോൾ കൃത്യമായിട്ട് കേരളം എന്നോ ആ രീതിയിലേക്ക് മാറി എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ശിവൻകുട്ടി അണ്ണന്റെ അതിലേക്ക് ഒന്ന് ഇങ്ങോട്ട് വന്നത്. കാരണം ഇവിടെ നടക്കുന്ന, നമ്മുടെ കേരളത്തിൽ മാത്രം നടക്കുന്ന ഈ സംഭവ വികാസങ്ങളെ കൂടി ഒന്ന് നമ്മൾ വിശകലനം ചെയ്യേണ്ടതില്ലേ ടീച്ചർ? കാരണം ടീച്ചർക്ക് കൃത്യമായിട്ട് ഇത് അടിസ്ഥാനപരമായിട്ട് തന്നെ പറയാൻ പറ്റുന്നൊരു കേസാണല്ലോ. ബൈജു, നമുക്ക് ഈ ഡിവിഷൻ ഫോൾട്ട് എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. അതായത് അറബിക് പോസ്റ്റ് സംസ്കൃതത്തിനുണ്ട്. ഒരു സ്കൂളില് ഇത്ര കുട്ടികൾ, 12 കുട്ടി, 24 കുട്ടി, 23 കുട്ടി എന്നൊക്കെ ഉണ്ട്. അതില്ലെങ്കിലും ഇവരെന്ത് ചെയ്യും? അത്രയും കുട്ടികളെ വെക്കും. ഇനി 2 കുട്ടികളെ ഉള്ളെന്ന് വിചാരിച്ചു, അവരൊരു പാർട്ട് ടൈം അറബിക് പോസ്റ്റ് അവിടെ ഉണ്ടാക്കും. ബൈജു, ഈ കേരളത്തിന്റെ ചരിത്രം ഒന്ന് എടുത്തു നോക്ക്. വിദ്യാഭ്യാസ മന്ത്രിമാരായിട്ട് വന്നിട്ടുള്ളതെല്ലാം ആരാ? ഞമ്മന്റെ ആളുകൾ തന്നെ ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ഇവർക്ക് വേണ്ടുന്ന സകല ആനുകൂല്യങ്ങളും വാരിക്കൂരി കൊടുത്തു. എന്റെ ഒരു ലോക്കൽ ഗാർഡിയൻ ഉണ്ട്, അദ്ദേഹം എന്നോട് പറയും, അദ്ദേഹം
PSC പരീക്ഷ എഴുതി 7 പേർക്ക് ജോലി കൊടുത്തത്. അന്ന് ഹാൾ ടിക്കറ്റ് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോ പിന്നെ ഹാൾ ടിക്കറ്റിൽ ഫോട്ടോ ഒട്ടിക്കുന്ന ഒരു രീതി അങ്ങനൊന്നും ഇല്ല. അന്ന് എന്താ ചെയ്യാന്നറിയാം, ഈ വാചാലി പരീക്ഷ എന്ന് പറഞ്ഞൊരു പരീക്ഷയാണ്. നമ്മുടെ ചെവിയിൽ വന്ന് ചോദിക്കും, അല്ല ഒന്നു എടുക്കുന്നതിന്റെ ഫറൽ എത്ര, എങ്ങനെ ഒന്നു മുറിയുന്നത്, അപ്പൊ അതിങ്ങനെ പറയും, വൈവാന്ന് അതിന് പറയും. പിന്നീടാണ് അതൊക്കെ ഒരു റെക്കോർഡിക്കൽ രൂപത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹം ഗവൺമെന്റ് ജോലി കിട്ടിയതിന് ശേഷമാണ് 10ാം ക്ലാസ് പാസ്സായത്. ആരാണ് ഇവരെ ഇന്റർവ്യൂ ചെയ്തത്? ആരാണ് ഇവരെ പരീക്ഷ നടത്തിയത്? ഒന്നും വേണ്ട. ഇന്നിപ്പോ റിസൾട്ട് വന്നല്ലോ, +2ന്റെയും 10ാം ക്ലാസ്സിന്റെയും ഒക്കെ. അറബി പരീക്ഷയുടെ മാർക്ക് ഒന്ന് നോക്കിയാൽ മതി, എല്ലാവർക്കും ഫുൾ മാർക്ക് കാണും. ഇത് നോക്കുന്നത് മുസ്ലിം അധ്യാപകരാണ്. ഇത് വേറൊരാൾക്ക് പിന്നെ വാല്യൂ ചെയ്യാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് ഇവരാ നോക്കുന്നത്. അപ്പൊ ഇവർക്കറിയാം മുസ്ലിം കുട്ടികളല്ലേ അറബി പഠിക്കുക, എന്ത് പൊട്ടത്തരം എഴുതിയാലും അവർക്ക് ഫുൾ മാർക്ക് അങ്ങ് കൊടുക്കും. കാരണം യമന്റെ ആളുകൾ കയറി വരണം. മുസ്ലിങ്ങൾക്ക് സമർത്ഥമായി പഠിക്കുന്ന കുട്ടികൾക്ക് ഗ്രാന്റുകൾ, അവർക്ക് സ്കോളർഷിപ്പുകൾ. മറ്റു മതവിഭാഗത്തിൽ ഇല്ലേ അങ്ങനെ പഠിക്കുന്ന കുട്ടികള്? പിന്നെ ബൈജു അറബിക് കലോത്സവം എന്ന് പറഞ്ഞൊരു കലോത്സവമുണ്ട്. വേറെ ഏതെങ്കിലും ഭാഷയിൽ ഒരു കലോത്സവം ഉണ്ടോ? ഞാൻ അറബിക് കലോത്സവത്തിന് ജഡ്ജായിട്ട് പോയിട്ടുള്ള ആളാ പലപ്പോഴും. അപ്പോ നമ്മൾ തീരുമാനിക്കും നമ്മുടെ കുട്ടികളാണ് എല്ലാം. ഇപ്പൊ 5 ഗ്രൂപ്പ് കളിച്ചെന്ന് വിചാരിച്ചോ, 3 ഗ്രൂപ്പിന് എയും മറ്റേ ഗ്രൂപ്പിന് A+. അപ്പൊ ആരും പുറത്തല്ല, മനസ്സിലായ? ഇങ്ങനെ അറബിക് കലോത്സവം, എല്ലാം അറബിയില്. നമ്മള് കേരളത്തിലല്ലേ ജീവിക്കുന്നത്? പാകിസ്ഥാനിൽ പോലും കാണത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ അറബിക് കലോത്സവം ഒന്നും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി നടക്കാൻ. ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മള് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്റെ വീടിന്റെ ഒരു 100 മീറ്റർ അകലെ ഒരു മില്ലുണ്ട്. ബൈജുവിന് വരുമ്പോ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അവിടെ ഒരു ബോർഡ് ഒട്ടിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരാള് എഴുതിയതാണ് ആ പോസ്റ്റ്, ആ ബോർഡ്. അപ്പൊ മുളക് പൊടിച്ചു കൊടുക്കും, അരിയും പൊടിച്ചു കൊടുക്കും, 2 മണി വരെയാണ് സമയം, അങ്ങനെയൊക്കെയാണ് എഴുതിയേക്കുന്നത്. കുഞ്ഞു കുഞ്ഞു അക്ഷര തെറ്റുകളുണ്ട്. പക്ഷേ എനിക്ക് +2 പഠിക്കുന്ന ഒരു മകനുണ്ട്, മര്യാദയ്ക്ക് വെളിച്ചെണ്ണയെന്ന് പോലും എഴുതാൻ അറിയില്ല. അപ്പൊ ഇവരെയൊക്കെ ജയിപ്പിച്ച് അന്ന് 2ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യത മതിയായിരുന്നു അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ. അപ്പൊ ഇവരുടെ തലപ്പത്തിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി 2, 4, 6, 8 എന്ന് കണക്ക് പറയുന്ന ആളാണ്. അപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലെങ്കിൽ തോക്കും. ഓരോരുത്തരും പഠിക്കുന്നതിനനുസരിച്ച് അവർക്ക് യോഗ്യതകൾ നിർണയിച്ചു നൽകിയിരുന്നു. ഇപ്പോ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മനസ്സിന് വിഷമമുണ്ടാകും, അവരെ തോൽപ്പിക്കാൻ പാടില്ല. അപ്പോ സമർത്ഥമായി പഠിക്കുന്ന കുട്ടികൾക്കും പഠിക്കാത്ത കുട്ടികൾക്കും ഒരേ രൂപത്തിലുള്ള നിലവാരം അനുവദിച്ചു കൊടുക്കുന്നു. ഇതേത് രൂപത്തിലാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്? ഫുൾ A+ കിട്ടിയ കുട്ടിയേക്കാൾ മാർക്ക് കൂടുതൽ ഉണ്ടാകും ചിലപ്പോൾ ഒരു പകുതി A+ഉം പകുതി Aയും കിട്ടിയ കുട്ടികൾക്ക്. ഈ ഗ്രേഡിംഗ് സംവിധാനമുണ്ടല്ലോ, വെറും പൊള്ളയാണത്. പൊളിച്ചു നോക്കിയാൽ ഉള്ളി പൊളിച്ചതുപോലെയാണ്. അപ്പൊ നമ്മുടെ കാലഘട്ടത്തില് പഠിക്കുന്ന കുട്ടികൾക്ക് അതിനനുസരിച്ചിട്ടുള്ള അംഗീകാരം ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് +2 കഴിയുന്ന കുട്ടികൾക്ക് പോലും മര്യാദയ്ക്ക് മാതൃഭാഷ കൂട്ടി വായിക്കാനും എഴുതാനും പോലും അറിയുന്നില്ല. കാരണം ഇവിടെ വലിയ ഒരു വിഭാഗം മുസ്ലിം കുട്ടികളും പഠിക്കുന്നത് അറബിയാണ്. അപ്പം നമ്മുടെ വീഡിയോയുടെയൊക്കെ താഴെ വരുന്ന കമന്റുകൾ ഒന്ന് പരിശോധിച്ചാലേ പേടി പെട്ടി ഓടി പട്ടി എന്ന് എഴുതുക. എന്നിട്ട് ഈ നമ്മൾ ഈ അക്ഷരത്തെറ്റ് കണ്ടിട്ടാണ് ഈ ഫേക്ക് ഐഡികളെ തിരിച്ചറിയുന്നത്. അതായത് അവർ അറബിയാണ് പഠിച്ചിട്ടുള്ളത്. ഈ അറബി പഠിക്കുന്നത് കൊണ്ട് മാതൃഭാഷ അവർക്ക് നന്നായിട്ട് പ്രയോഗിക്കാൻ പോലും അറിയില്ല, സംസാരിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കമന്റുകൾക്ക് താഴെ പച്ച തെറി വരുമ്പോൾ നമുക്ക് ചിരിക്കേണ്ടി വരുന്നത് അതിലെ അക്ഷര തെറ്റുകൾ കണ്ടിട്ടാ. ഇവരെ ആദ്യം എന്താ വിളിക്കുക? വെടി. കാരണം ഇവരുടെ വീട്ടിലെ കൾച്ചർ അങ്ങനെയാണ്. വാപ്പ ഉമ്മായെ വെടിയേ ഒരു ഗ്ലാസ് ചായ, ഇത് പറഞ്ഞ് കണ്ട് കേട്ട് അനുഭവിച്ച് ശീലിച്ചിട്ടുള്ളവരാ. അതുപോലെ ഇവര് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായാലുണ്ടല്ലോ, ഈ ലൈംഗിക ചുവയുള്ള ചീത്തകളെ വിളിക്കും. എന്റെ വാപ്പച്ചിക്ക് ഇത്രയും പ്രായമായി, ഞങ്ങള് ഒരുപാട് മക്കള് ജീവിച്ചു,
ഒരു ചീത്ത വർത്തമാനം ഒന്നും പറയണ ഞങ്ങൾ കേട്ടിട്ടില്ല കേട്ടോ. കാരണം എന്റെ വാപ്പച്ചി രാജ്യത്തോട് ഇണങ്ങി നിന്നിട്ടുള്ള ആളാണ്. അപ്പോ ഒരു മുസ്ലിം വിധേയത്വമോ അങ്ങനെയൊന്നുമില്ല. പള്ളിയിലൊന്നും പോകുമായിരുന്നില്ല. പള്ളിയിൽ പോവുകയോ കൃത്യമായിട്ട് നമസ്കരിയ കുട്ടികൾ മദ്രസയിൽ പോയാ പോയി, ഇല്ലേലില്ല, അത്രേ ഉള്ളൂ. മദ്രസയിൽ പോകുന്ന കുട്ടികളോട് ചോദിക്കും, നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടിയോ, എന്ത് സ്വർഗത്തിലേക്കുള്ള റെസിപ്റ്റ് കിട്ടിയോ എന്ന് ചോദിക്കുന്ന ആളായിരുന്നു. അപ്പൊ അപ്പോഴും ഈ മതത്തെ കുറിച്ച് വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഇപ്പൊ നമുക്കറിയാം ഇറാൻ എന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉണ്ട്, ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആണ്. എന്നാൽ പോലും അവിടെ ഇത്രയധികം ഈ മതത്തിന് വിഭിന്നമായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്ന് ഇത്തരം വാർത്തകളെ ഏതൊക്കെ മാധ്യമങ്ങൾ കൊടുക്കാൻ തയ്യാറാകും? ഇത്തരം വാർത്തകളെ മൂടിവെക്കാനും വെള്ളപൂശാനും അല്ലേ ഖത്തർ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അത് മതമൗലികവാദ രാഷ്ട്രങ്ങളാണ്. മൂന്നാം ലോക രാഷ്ട്രങ്ങളിലെ വർഗീയവാദി സമൂഹമാണ്. ശരി, കേരളത്തിലോ ഇസ്രായേൽ പലസ്തീൻ വിഷയം വന്നു. മാസങ്ങളോളം ലേഖനങ്ങൾ എഴുതിയ നാടാണിത്. നമ്മുടെ നാട്ടിലെ മലയാളം പത്രമാധ്യമങ്ങളിൽ പലതും ഇറാൻ വിഷയത്തിൽ മൗനമായിരുന്നു. കാരണം എന്താ? രണ്ടും മുസ്ലിങ്ങളാണ്. മഹ്സ അമിനിക്ക് വേണ്ടി രംഗത്തിറങ്ങിയ ആളുകൾ മുസ്ലിങ്ങളാണ്. കൊമേനി സർക്കാരും സ്വേച്ഛാധിപതിയായ മുസ്ലിമാണ്. അപ്പൊ അവിടെ നമുക്ക് ചോര കുടിക്കാനില്ല. അവിടെ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടാനുമില്ല. വോട്ട് ബാങ്ക് ഇല്ലല്ലോ. പക്ഷേ ഇസ്രായേൽ പലസ്തീൻ വിഷയം അങ്ങനെയല്ല. അഫ്ഗാനിസ്ഥാൻ വിഷയവും അങ്ങനെയല്ല. അമേരിക്കയെയും മറ്റു രാഷ്ട്രങ്ങളെയും ഒക്കെ പഴിചാരി ഒരു മൂടൽമഞ്ഞ് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള വെള്ളപൂശൽ നടക്കുന്നത് ഈ കേരളക്കരയിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജനവിഭാഗം പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇറാനിലെ സംഭവങ്ങളെ അനുകൂലിക്കുന്നവരാണ്, അല്ലെങ്കിൽ പ്രതികരിക്കാൻ താല്പര്യമില്ല. ഇനി അതും അല്ലെങ്കിൽ മനുഷ്യർക്ക് പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിന് ഇവർക്ക് കണ്ണീരൊഴുക്കാൻ മടിയില്ലാത്ത ഒരു വിഭാഗത്തെ സുഖിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഈ ഇരട്ടത്താപ്പും സ്വത്വബോധവും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രീണന നയവും മാധ്യമങ്ങളുടെ അവസരവാദ ചർച്ചയുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ആരാണ് ഇതൊക്കെ ഈ ലോകത്തോടൊന്ന് വിളിച്ചു പറയുന്നത്? ഇറാനില് 8% പാഴ്സിക്കാരുണ്ട്. ഒരു കാലത്ത് ഇറാൻ മുഴുവനും അവരായിരുന്നു. ഇസ്ലാമില് ഈ അഭയാർത്ഥികള്, ഈ മുസ്ലിം അഭയാർത്ഥികളുടെ കടന്നുവരവോടുകൂടി വെട്ടുകിളികള് നമ്മുടെ മത്തിയൊക്കെ കിടന്ന് പിടയ്ക്കുന്ന കണ്ടിട്ടില്ലേ വലയില്? അതുപോലെ മറ്റു വിശ്വാസികളെയൊക്കെ വലയിലാക്കി അടിച്ചമർത്തി പെട്ടച്ചു കൊന്ന് പേർഷ്യ മുതൽ അഫ്ഗാനിസ്ഥാൻ വരെ എല്ലാ പ്രദേശത്തും ഈ അഭയാർത്ഥികൾ നാടുവാണു. അവരടക്കി ഭരിച്ചു. 2% താഴെ ക്രിസ്ത്യാനികളുണ്ട് ഇറാനില്. ജൂതന്മാരും ബഹായി എന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട് അവിടെ. ഇവരൊക്കെ അവിടത്തെ ഇറാന്റെ സർക്കാർ നിലപാടുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും എതിരാണ്. പക്ഷേ സംഘടിതരല്ല. മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്, മതമൗലികവാദികൾ അല്ലാത്തവരായിട്ടുള്ള മനുഷ്യരുണ്ട്. ഇതൊക്കെ ഓരോ ഭാഗത്ത് പ്രതിഷേധിച്ച് നിൽക്കുകയാണ്. തീവ്ര മത വിഭാഗങ്ങളായ ഒരു കൂട്ടം ആളുകള് ഇവർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ മുസ്ലിങ്ങളും മുഴുവനും ഒരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷെ മറ്റവര് സംഘടിതരല്ല. അതുകൊണ്ട് ഇവരവർക്ക് കീഴ്പ്പെട്ടു പോകുന്നു. ഇത് തന്നെയാണ് ഇന്ന് കേരളത്തിലും കാണുന്നത്. ഇറാനിലെയും ഇറാൻ അനുകൂല മാധ്യമങ്ങളിലെയും തലക്കെട്ടുകൾ എങ്ങനെയാണോ അതുപോലെയാണ് ഇന്ന് കേരളത്തിലെ പത്രമാധ്യമങ്ങളുടെയും യൂട്യൂബ് ചാനലുകളുടെയും TV ചാനലുകളുടെയും ഒക്കെ തലക്കെട്ടുകൾ നമ്മൾ കാണുന്നത്. മതമൗലികവാദികളും സദാചാര പോലീസിങ്ങും പട്ടാളവും എല്ലാം ഒരുപോലെ ഇറാനിലെ ഇത്തരം രീതികളെ എതിർക്കുമ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ചൊരു മാറ്റത്തിന് വേണ്ടി പ്രതിഷേധിക്കുന്ന ഇറാനിലെ സ്ത്രീ ജനതയെ നമ്മൾ കാണണം. ഏത് പത്രമാധ്യമമായി എഴുതിയത് ഈ കേരളക്കരയിൽ? ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് ഈ ഭൂമുഖത്ത് ഈ വിഷയത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? എവിടെ ആര് ഇറാന്റെ ഈ രീതിക്കെതിരെ പ്രതിഷേധിച്ചു? ആ സ്ത്രീകളുടെ, ആ പെൺകുട്ടികളുടെ ചെറുത്തുനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ അവഗണിക്കുകയായിരുന്നു ഈ കേരളത്തിലെ വലിയ കഴുത്തിന് ചുറ്റും നാവിട്ടടിക്കുന്ന വീരവാദ വിപ്ലവ പോരാട്ടക്കാര്. അവരൊക്കെ എവിടെ പോയിരുന്നു? നിരുപാധികം ഇറാനിലെ പ്രക്ഷോഭകാരികൾക്കൊപ്പം നിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു അവർക്ക്. അത് 2 രാഷ്ട്രങ്ങളിലേക്കും വ്യാപിച്ചു. ലോകം സമാധാനപൂർണമാകണമെങ്കിൽ ഇത്തരം പ്രതിഷേധങ്ങൾ ഉയരണം. അത് ഉയർത്തിവിടാൻ തന്നെയാണ് നമ്മളുടെ തീരുമാനം. പ്രതിഷേധിക്കുന്ന ആളുകളുടെയൊക്കെ വായകൾ മൂടിക്കെട്ടി അവരെയൊക്കെ അങ്ങ് അടിച്ചമർത്തി കേസിൽ കുടുക്കി ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാനാണ് ശ്രമമെങ്കിൽ
ഈ ഇന്ത്യയിലുള്ള ജയിലുകൾ അതിന് മതിയാകാതെ വരും. അതുകൊണ്ട് പ്രതിഷേധം മതത്തിന്റെ അധിഷ്ഠിതമായിരിക്കരുത്. ഭരണത്തിനും മതത്തിനും എതിരെയാണ് നമുക്ക് പറയേണ്ടി വരുന്നതെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും, സംശയമില്ല. കൃത്യമായിട്ടും ജനസംഖ്യാ നിയന്ത്രണം എന്നുള്ളത് ഇന്ന് ലോകത്തിന്റെ ആവശ്യം ഒന്ന് തന്നെയാണ്. അത് ജനസംഖ്യാ നിയന്ത്രണം എന്ന് കേൾക്കുമ്പോഴേക്കും കുരുപൊട്ടുന്ന ഏത് ടീമാണ്, ഏത് പേര്, ഏത് നാമക്കാരാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏത് ടീമിനെയാണ്, ഏത് വിഭാഗക്കാരെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. മാത്രമല്ല നമ്മുടെ രാജ്യത്തിനായിക്കോട്ടെ അന്യ രാജ്യങ്ങളേക്കായിക്കോട്ടെ ഇവർക്കൊക്കെ എന്നും മാറാവിപത്തായി, മാറാവ്യാധിയായി മാറിയിരിക്കുന്ന ഈ ഭീകര മതസ്ഥരെ അതല്ലെങ്കിൽ ആ ഭീകര ഇഴജന്തുക്കളെ, വിഷജന്തുക്കളെ അത് കൃത്യമായിട്ടും നിയന്ത്രണ വിധേയമാക്കേണ്ടത് തന്നെയുണ്ട്. അത് ഏതൊരു രാജ്യമായാലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ പിന്തുണയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ രാജ്യം, നമ്മുടെ ഭാരതം അത് ഏറ്റവും പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പ്രത്യാശയോടുകൂടി തന്നെ കാത്തിരിക്കേണ്ടതുണ്ട്. എന്റെ രാജ്യം ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ, അതല്ലെങ്കിൽ 35% മുകളിലേക്ക് വന്ന് പതിയെ 50% ആവുന്ന ആ രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പൊതുവെ ഇറങ്ങി നടക്കുന്ന, അതല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്ന എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും എനിക്കും ഒന്നും ഇതേ രീതിയിൽ ജീവിക്കാനാവില്ല എന്നുള്ളത് എത്രയോ നൂറുകണക്കിന് ഉദാഹരണങ്ങളായി നമ്മുടെ മുൻപിലുണ്ടാകുമ്പോൾ ഇവിടെ പ്രത്യേക മതസ്ഥരെ വളർത്താൻ വേണ്ടി, പ്രത്യേക മതസ്ഥർക്ക് വേണ്ടി മാറുന്ന ഈ ഭരണാധികാരികളോട് പച്ചയ്ക്ക് പ്രതികരിക്കുക തന്നെ ചെയ്യും, പച്ചയ്ക്ക് പറയുക തന്നെ ചെയ്യും. അതിനെതിരെ നിങ്ങൾക്ക് ഏത് നിയമം ഉപയോഗിച്ച് ഞങ്ങൾക്കെതിരെ പോരാടാം. ആ പോരാട്ടത്തിൽ ഞങ്ങൾ നിങ്ങളോട് തിരിച്ചു പോരാടുന്ന ആ പോരാട്ടം, ആ ധർമ്മ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം ജനവിഭാഗങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട് എന്നുള്ളത് പച്ചയ്ക്ക് പറയാതിരിക്കാനാവില്ല. എന്തായാലും മറ്റൊരു ഗംഭീര വിഷയവുമായിട്ട് നാളെ നമ്മൾ ഇതേ സമയത്ത് നാളെ വീണ്ടും സന്ധിക്കും വരെ ടീച്ചർ വണക്കം പറഞ്ഞോളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒന്നുകൂടി പറയാനുള്ളത് അടിവരയിട്ട് പറയുന്നു, ഞങ്ങൾ സംസാരിക്കുന്നത് വലിയ ഒരു മതവിഭാഗത്തിനെതിരെയാണ്. പക്ഷെ സംസാരിക്കുന്നത് ഈ രാജ്യത്തിന്റെ സ്വസ്ഥമായ സുസ്ഥിരമായ നിലനിൽപ്പിന് വേണ്ടിയാണ്. പറയാൻ മടിക്കുകയും ഭയക്കുകയും ചെയ്യുന്ന പ്രീണകരായ ഹിന്ദു, ക്രിസ്ത്യൻ മനുഷ്യരെ മുന്നിൽ നിർത്തി ഞങ്ങൾക്കിത് പറഞ്ഞേ പറ്റൂ. കാരണം അവർക്ക് പറയാൻ ധൈര്യമില്ല. അതുകൊണ്ട് പറയാൻ തന്നെയാണ് തീരുമാനം. വലിയ ഒരു വിഭാഗം പ്രേക്ഷകർ ഒപ്പമുണ്ടാകും, രാജ്യസ്നേഹികൾ ഒപ്പമുണ്ടാകും എന്ന് കരുതുന്നു. വലിയ ഒരു വിഷയം വീണ്ടും ചർച്ച ചെയ്യണം. നമുക്ക് മറ്റു മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കാൻ ഭയക്കുന്ന വിഷയങ്ങളുമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം.